Hi, good afternoon. Good afternoon, madam. Good afternoon. 5 മുതൽ 10 ചാപ്റ്റർ വരെ നോക്കിയോ? 6 തൊട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 6, 7, 8, 9, 10 നോക്കിയില്ലേ? മുഴുവൻ നോക്കാൻ സമയം കിട്ടിയില്ല. ഓക്കെ. ആ, എക്സാമിന്റെ കാര്യം ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? എന്നാ എക്സാം ആ, നമുക്ക് നാളത്തെയും കൂടി ക്ലാസ് ഉള്ളൂ. അതെയോ? ആ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം സ്റ്റഡി ലീവ്, അത് കഴിഞ്ഞാൽ നിങ്ങളൊരു എക്സാം നടത്തും. നിങ്ങൾക്ക് ആകെ ഒരു എക്സാം അല്ലേ നടത്തിയിട്ടുള്ളൂ, നമ്മുടെ കോളേജിൽ മാത്രമാണ് എക്സാം നടത്തിയിട്ടുള്ളൂ എന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോഗണസി, സ്യൂട്ടിക്സ്, അനാട്ടമി വെച്ചിട്ട് ഒരു എക്സാം നടത്തും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം സ്റ്റഡി ലീവ് തരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോഡൽ എക്സാം, അത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ എക്സാം. ഓക്കെ. അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ മോഡൽ എക്സാം കഴിഞ്ഞിട്ടാണോ ഫൈനല്? മോഡൽ കഴിഞ്ഞിട്ടാണ് ഫൈനൽ. ഓക്കെ. എന്തേ അത് കുറച്ച് പേരേ ഉള്ളൂ? 3 വരെ ഉള്ളൂ. അതെ. നമ്മൾ 10 ചാപ്റ്റർ വരെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി 11 നോക്കാം. ഇനി ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? നോക്കാം. മൂന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? 4 തൊട്ടല്ലേ നോക്കാനുള്ളത്? ആന്റിഡസീവ്സ് നോക്കിയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. 1 തൊട്ട് 5 മുതൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇല്ല, 1 നോക്കിയില്ല, 2 തൊട്ടാ നോക്കി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കി. ഒന്നുണ്ടോ ക്ലാസ് റൂമിലുണ്ടോ? നിങ്ങൾ നോക്കിയിരുന്നോ? ഒന്നാമത്തെ ഉണ്ട്. ഒന്നാമത്തെ ഒന്ന് നോക്കി നോക്ക് കേട്ടോ. ഇതിന് മിസ്സിൻ്റെ കിട്ടിയില്ല, അതാണ്. ഓക്കെ. അപ്പോൾ ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളോ. ക്ലാസ് റൂമിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലേ? ഇന്നലെ നോക്കിയിട്ടില്ലേ മൂന്നാമത്തെ? നാലാമത്തെ മുതലല്ലേ നോക്കാനുള്ളത് ഇനി? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് മൈക്രോ ഓർഗാനിസം കോസ് ലെപ്രസി. ലെപ്രസി കാരണക്കാരിയാവുന്ന രോഗകാരിയുടെ പേര് എന്താണെന്നാണ് ചോദിക്കുന്നത് അല്ലേ? ഓപ്ഷൻസ് പറയുന്നത് മൈക്കോബാക്ടീരിയൻ ലെപ്രേ, മൈക്കോബാക്ടീരിയൻ ലെപ്രോട്ടിക്, ഷിജല്ല, വാരിസെല്ല സോസ്റ്റർ. ഇതിലേതാണ് ആൻസർ വരുന്നത്? മൈക്കോബാക്ടീരിയൻ ലെപ്രയാണ് അല്ലേ? വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ചോൾമുഗ്ര ഓയിൽ. ചോൾമുഗ്ര ഓയിലിന്റെ ഫാമിലിയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയുന്നത് ഫ്ലാക്കോട്ടിയാസിയെ, ബർസറാസിയെ, ലെഗ്യൂമിനോസെ, ലിലിയാസിയെ. ഓപ്ഷൻ ഏതാണ് ആൻസർ വരുന്നത്? ഫ്ലാക്കോർട്ടിയാസിയാണ്. ഫ്ലാക്കോർട്ടിയാസിയെ. ചോൾമുഗ്ര ഓയിലിന്റെ ഫാമിലി വരുന്നത് ഫ്ലാക്കോർട്ടിയാസിയാണ്. ഫ്ലാക്കോർട്ടിയാസിയെ കേട്ടാ. ചോൾമുഗ്ര ഓയിൽ ഫ്ലാക്കോർട്ടിയാസിയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ഡ്രഗ്സ് യൂസ്ഡ് ഇൻക്രീസ് ദ ഫ്ലോ ഓഫ് യൂറിൻ. യൂറിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം ലാക്സേറ്റീവ്സ്, ആന്റി ലെപ്രോട്ടിക്സ്, ഡയൂററ്റിക്സ്, പർഗേറ്റീവ്സ്. ഡയൂററ്റിക്സ് ആണ്.
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ഗോഗുരു. ഗോഗുരുവിന്റെ ഫാമിലി ഏതാണെന്നാണ് ചോദിക്കുന്നത്. സൈഗോഫൈലാസിയെ, നിറ്റാജിനേസിയെ, ലിലിയാസിയെ, റുബിയാസിയെ. ഫാമിലി ഓഫ് ഗോഗുരു, ഗോഗുരുവിന്റെ ഫാമിലി. സൈഗോഫൈലാസിയാണ് ഗോഗുരുവിന്റെ ഫാമിലി കേട്ടാ. സൈഗോഫൈലാസിയെ, ഗോഗുരുവിന്റെ ഫാമിലി വരുന്നത് സൈഗോഫൈലാസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വെറൈറ്റി ഓഫ് പ്ലാൻ യൂസ്ഡ് ഫോർ ഡയൂററ്റിക് എഫക്ട്. ഡയൂററ്റിക് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് വെറൈറ്റി പ്ലാന്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. സെഫാലിസ് അക്യുമിനേറ്റ, കോമിഫോറ വെയ്റ്റി, ട്രൈബുലസ് ടെറസ്ട്രിസ് ലിൻ, പിന്നെ വരുന്നത് കദറാന്തസ്ട്രോസിയസ് ലിൻ. കദറാന്തസ്ട്രോസിയസ് ലിൻ. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻസ് പറയാം. സെഫാലിസ് അക്യുമിനേറ്റ, കോമിഫോറ വെയ്റ്റി, ട്രൈബുലസ് ടെറസ്ട്രിസ്, കദറാന്തസ്ട്രോസിയസ് ലിൻ. ട്രൈബുലസ് ടെറസ്ട്രിസ് ലിൻ ആണ് ആൻസർ വരുന്നത്. ഡയൂററ്റിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെറൈറ്റിയുടെ പേര് വരുന്നത് ട്രൈബുലസ് ടെറസ്ട്രിസ് ലിൻ ആണ് വരുന്നത്. ഓക്കെ, ട്രൈബുലസ് ടെറസ്ട്രിസ് ലിൻ ആണ് വരുന്നത്. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് പുനർനാവ. പുനർനാവയുടെ ഫാമിലി ഏതാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. യുഫോർബിയാസിയെ, സൈഗോഫൈലാസിയെ, നിറ്റാജിനേസിയെ, ലിലിയാസിയെ. നിറ്റാജിനേസി ആണ് ഫാമിലി വരുന്നത്. ഓക്കെ, പുനർനാവയുടെ ഫാമിലി ഏതാണ് വരുന്നത്? നിറ്റാജിനേസി ആണ് ഫാമിലി വരുന്നത്. ഓക്കെ, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ തന്നെ നന്നായി പഠിച്ചോളോട്ടോ. റിപ്പീറ്റ് ചെയ്തിട്ടൊന്ന് ആൻസർ ചെയ്ത് നോക്കിക്കോളൂ എക്സാമിന്. ഫാമിലി, പുനർനാവയുടെ ഫാമിലി വരുന്നത് നിറ്റാജിനേസി ആണ് വരുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ സിനോണിം ഓഫ് എപ്പിക്കാക്യൂന. എപ്പിക്കാക്യൂനയുടെ സിനോണിം ഏതാ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് പറയാം. എപ്പിക്കാക്യൂന, എപ്പിക്കാക്, എപ്പിക്കാക്, എപ്പിക്കാക്യൂന ലിൻ. ഓക്കെ, എപ്പിക്കാക്ക് 2 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ? എപ്പിക്കാക്. ഈ ഐ ഉള്ളതാണ് വരിക കേട്ടാ. എപ്പിക്കാക്ക് ഐ ഉള്ള എപ്പിക്കാക്കാണ് വരിക കേട്ടാ. ഈ അല്ല, ഐ ഉള്ള എപ്പിക്കാക്കാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് എപ്പിക്കാക്യൂന. എപ്പിക്കാക്യൂനയുടെ ഫാമിലി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. പ്ലാന്റാജിനേസിയെ, നിറ്റാജിനേസിയെ, ലിലിയാസിയെ, റുബിയാസിയെ. ഏതാണ് ഫാമിലി വരുന്നത്? എപ്പിക്കാക്യൂനയുടെ ഫാമിലി റുബിയാസിയാണ് ഫാമിലി വരുന്നത്. എപ്പിക്കാക്യൂന ഇൻക്ലൂഡ്സ് വിച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്. ഏത് ക്ലാസിഫിക്കേഷനിലാണ് എപ്പിക്കാക്യൂന ഉൾപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ആന്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റന്റിലാണോ, ആന്റി ക്യാൻസർ ഡ്രഗിലാണോ, ആന്റി ഡിസെൻട്രിക് ഡ്രഗിലാണോ, ഡയൂററ്റിക്സിലാണോ? ആന്റി ഡിസെൻട്രിക് ഡ്രഗ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ഗോഗുരു. ഗോഗുരുവിന്റെ ഷേപ്പ് ആണ് ചോദിക്കുന്നത്. ഇലോങ്ങേറ്റഡ്, സിലിണ്ടറിക്കൽ പീസസ്, ഗ്ലോബോസ്, ഇറഗുലർ ഫ്രാഗ്മെന്റ്സ്. ഗ്ലോബോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിനോണിം ഓഫ് ടർമറിക്. ടർമറിക്കിന്റെ സിനോണിം ഏതാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. എർഗോട്ട, ജസ്യൂട്സ് ബാർക്ക്, ഹൽദി, പെറുവിയൻ ബാർക്ക്. വാട്ട് ഈസ് ദ സിനോണിം ഓഫ് ടർമറിക്. ടർമറിക്കിന്റെ സിനോണിം എന്താണെന്നാണ് ചോദിക്കുന്നത്. എർഗോട്ട, ജസ്യൂട്സ് ബാർക്ക്, ഹൽദി, പെറുവിയൻ ബാർക്ക്. ഹൽദി. ഓക്കെ, വിച്ച് വെറൈറ്റി ഓഫ് ടർമറിക് പ്ലാന്റ് ഈസ് യൂസ്ഡ് ഫോർ മെഡിസിനൽ പർപ്പസസ്. ഏത് വെറൈറ്റി ടർമറിക് ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ക്ലാവിസെപ്സ് പർപ്യൂരെ, സെഫാലിസ് അക്യുമിനേറ്റ, കുർക്കുമ ലോങ്ക, ഹൈപ്പോപ്രിയോൺ, ബ്രിവിറോസ്ട്രീസ്. കുർക്കുമ ലോങ്ക. സ്ക്രീൻ വലുതാക്കാവോ? വലുതാക്കാനാ? ഇച്ചിരി കൂടെ. മതി മതി, അത് മതി. ഇച്ചിരി കൂടെ മതി. നമ്മുടെ ഇതൊരു ഫാമിലി
ടർമറിക്കിന്റെ ഫാമിലി അല്ലേ? ആ വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ടർമറിക്കിന്റെ ഫാമിലി ആണ് ചോദിച്ചത്. ഏതൊക്കെ വരുന്നത്? ഫാമിലി ഓഫ് ടർമറിക് സിഞ്ചിബറാസിയെ, ലിലിയാസിയെ, ഫ്ലാക്കോട്ടിയാസിയെ, ലെഗ്യൂമിനോസിയെ. ഇതിലേതാണ് വരുന്നത്? സിഞ്ചിബറാസി. സിഞ്ചിബറാസിയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ദ ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് മലേറിയ. മലേറിയക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിന് നമ്മൾ എന്താ വിളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ആന്റി മലേറിയ, മലേറിയ സൈഡ്, മലേറിയ ഡ്രഗ്സ്, ആന്റി മലേറിയൽ. ആന്റി മലേറിയൽസ്. ആന്റി മലേറിയൽസ് ആണ്. വിച്ച് ഈസ് ദ എക്സാമ്പിൾ എന്നാണ് കേട്ടോ. വിച്ച് ഈസ് ദ എക്സാമ്പിൾ ഓഫ് മലേറിയൽ ഡ്രഗ്സ്. മലേറിയൽ ഡ്രഗ്സിന്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. അശ്വഗന്ധ, സിന്നമൺ, ടർമറിക്, സിങ്കോണ. സിങ്കോണ. ഓക്കെ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് സിങ്കോണ? സിങ്കോണയുടെ ഫാമിലി ആണ് ചോദിക്കുന്നത്. ലെഗ്യൂമിനോസെ, റുബിയാസിയെ, ഫ്ലാക്കോട്ടിയാസിയെ, ലിലിയാസിയെ. റുബിയാസിയെ. സിങ്കോണയുടെ ഫാമിലി വരുന്നത് റുബിയാസിയാണ് ഫാമിലി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ക്യുനിസിൻ ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡാഷ് ഡ്രഗ്. ഏത് ഡ്രഗിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് ക്യുനിസിൻ എന്ന് പറയുന്നത്? ഓപ്ഷൻസ് പറയാം. സിങ്കോണ, ട്രഗഗാന്ത്, ടർമറിക്, അക്കേഷ്യ. സിങ്കോണ. ക്യുനിസിൻ എന്ന് പറയുന്നത് സിങ്കോണയിലുള്ള കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് വിച്ച് ഡ്രഗ്സ് യൂസ്ഡ് ഫോർ ദ സ്റ്റിമുലേഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് യൂട്ടറിൻ മസിൽസ്. എന്താണ്? വിച്ച് ഡ്രഗ്സ് യൂസ്ഡ് ഫോർ ദ സ്റ്റിമുലേഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് യൂട്ടറിൻ മസിൽസ്. ഏത് ഡ്രഗ്സ് ആണ് നമ്മൾ യൂട്ടറിൻ മസിൽസിന്റെ കോൺട്രാക്ഷനും സ്റ്റിമുലേഷനും വേണ്ടി സഹായിക്കുന്നതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. അനലെപ്റ്റിക്സ്, എസ്ട്രിജൻസ്, ഓക്സിറ്റോസിക്സ്, ആന്റിപൈററ്റിക്സ്. ഓക്സിറ്റോസിക്സ്. ഓക്കെ. യൂട്ടറോടോണിക്സ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡാഷ്. യൂട്ടറോടോണിക്സ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് പറയാം. എസ്ട്രിജൻസ്, ഓക്സിറ്റോസിക്സ്, ആന്റിസെപ്റ്റിക്, ഡിസിൻഫെക്റ്റന്റ്. ഓക്സിറ്റോസിക്സ്. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് എർഗോട്ട്? എർഗോട്ടിന്റെ ഫാമിലി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ഹൈപ്പോക്രിയാസിയെ, ഫ്ലാക്കോട്ടിയാസിയെ, റുബിയാസിയെ, സിഞ്ചിബറാസിയെ. ഹൈപ്പോക്രിയാസിയെ. ഫാമിലി വരുന്നത് ഹൈപ്പോക്രിയാസിയാണ്. ഇതുവരെയല്ലേ പഠിക്കാൻ പറഞ്ഞേ? ഏതാടാ? ഇത്രയല്ലേ പഠിക്കാൻ പറഞ്ഞേ? 6 ചാപ്റ്റേഴ്സ് അല്ലേ? 6 ചാപ്റ്റേഴ്സ് അല്ലേ? 6 ചാപ്റ്റേഴ്സ്. 6 മുതൽ 10 വരെ അല്ലേ പറഞ്ഞത്? 1 മുതൽ 5 വരെ നമ്മൾ നോക്കിണ്ടായിരുന്നു അല്ലെ? പഠിച്ചിട്ടുണ്ടായിരുന്നു. 6 മുതൽ 10 വരെ അത് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാ ഇതുവരെ ഉള്ളൂ. നമ്മളത് എടുത്തു കഴിഞ്ഞു. കഴിഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റിക്സ് വരെ ഉള്ളൂ. 12 വരുന്നു അല്ലേ? ഡയൂററ്റിക്സ് വരെ അല്ലേ ഉള്ളൂ? ഡയറക്റ്റിക്സ് 10 ചാപ്റ്റർ വരെ അല്ലേ ഇന്നലെ ക്ലാസ്സിൽ എടുത്തത് നമ്മള്? അതെ, ഡയറക്റ്റിക്സ് വരെ എടുത്തത്. ഓക്കെ. നമുക്ക് നാളെയും കൂടി ക്ലാസ് ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ 13-ാം തീയതി മുതൽ 24-ാം തീയതി നാളെയും കൂടി നമുക്ക് ക്ലാസ് ഉള്ളൂ. ആണോ? പിന്നെ 13-ാം തീയതി മുതൽ 24-ാം തീയതി വരെ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആണ്.
പിന്നെ നമുക്ക് നമ്മളൊരൊറ്റ എക്സാമോ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, കോളേജ് മാത്രമേ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഫസ്റ്റ് ടേം എക്സാമിനേഷൻ പറഞ്ഞിട്ട് നമ്മൾ 2 ടേം നടത്താറുണ്ട്. അപ്പോൾ ഒറ്റ ടേമേ നടത്തിയിട്ടുള്ളൂ. അപ്പം മെയ് 25 മുതൽ സെക്കൻഡ് ടേം എക്സാം ആണ്. അതായത് കോളേജ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്, അന്ന് എക്സാം നടത്തിയിട്ടുണ്ട്. കോളേജ് ഉണ്ടാവില്ല, കോഗ്നോസിസ്, സ്റ്റാറ്റിസ്റ്റിക്സും അനാട്ടമി എക്സാം ഉണ്ടാവും, സെക്കൻഡ് ടേം എക്സാം. അപ്പോ ഫൈനൽ എക്സാമോ? ഫൈനൽ എക്സാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ടേം എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 27 മുതൽ 7 വരെ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് തരും. അത് കഴിഞ്ഞിട്ട് ഒരു 8 മോഡൽ എക്സാം. അത് കഴിഞ്ഞിട്ട് 8 മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ജൂൺ 15 ഫൈനൽ എക്സാം. ജൂൺ വരെ പോവുമല്ലേ? ജൂൺ വരെ പോവും, പക്ഷെ അതുവരെ എക്സാം ആണ്, നേരം പോക്കുണ്ട്. സെക്കൻഡ് ടേം എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് മോഡൽ എക്സാം കഴിഞ്ഞിട്ടാണ് ഫൈനൽ എക്സാം. അപ്പോഴേക്കും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ സെക്കൻഡ് ടേമിന്റെ എക്സാം നേരത്തെ നമുക്ക് കഴിഞ്ഞെങ്കിൽ മതിയായിരുന്നല്ലോ. ഇപ്പോ സെക്കൻഡ് ടേമിന്റെ എക്സാം നേരത്തെ കഴിയുന്നു നേരത്തെ ചെയ്യുന്നു പറഞ്ഞതല്ലേ? അതന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇങ്ങനെയാണ്. ഓക്കെ. അപ്പൊ മെയ് 20 മുതലാ? 27 മുതലോ? 1 മിനിറ്റ്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടാ മതിയല്ല പറയാൻ പറ്റും. അതെ ജൂൺ 28 ജൂൺ 7 വരെ അല്ലേ? മെയ് 28 ജൂൺ 7 വരെ ഫൈനൽ എക്സാം സ്റ്റഡി ലീവ്. 28 മുതൽ മോഡൽ 8 നമുക്ക് കോഗ്നസി കോളേജിയുടെ ഉണ്ടാവില്ല അല്ലേ? കോളേജിയുടെ കഴിഞ്ഞു. കോളേജിൽ ഉണ്ടാവില്ല. കോഗ്നസിയും സ്യൂട്ടിക്സും പിന്നെ അനാട്ടമി ഉണ്ടാവും. അനാട്ടമി അതിപ്പോ ഫുൾ സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. സിലബസ് ആണ് വരുന്നത് കേട്ടോ. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സിലബസ് ആണ് വരുന്നത് ക്വസ്റ്റ്യനിൽ. അപ്പൊ നിങ്ങൾ ടോപ്പിക്സ് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല, ആ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. കോളേജിൽ നിന്ന് വരില്ല. കോളേജ് നമ്മൾ ഓൾറെഡി നമ്മളൊരു എക്സാം നടത്തിയിട്ടുണ്ട്. 2 വർഷം കൂടിയിട്ടാണ് അന്ന് നടത്തിയത് എക്സാം. ഓക്കെ. ഇന്നുകൂടെ ഉള്ളൂ ക്ലാസ്? നാളെയും കൂടി ഉണ്ട്. നമ്മുടെ ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇന്ന് 10 ചാപ്റ്ററിലായിട്ടുള്ള ഇന്നത്തോണ്ട് തീരൂലല്ലോ. അപ്പൊ നാളെയും കൂടി കഴിഞ്ഞിട്ട് നാളെ കൂടെ. ഓക്കെ. പഠിക്കാൻ ഒത്തിരി സമയമുണ്ടല്ലേ? സമയമുണ്ട്. പഠിച്ചോളൂ, നല്ലപോലെ എക്സാം പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്തോ. ഈ സമയമുള്ളത് കൊണ്ട് ഇങ്ങനെ ഉഴപ്പും. മറ്റേത് ഇപ്പോഴാകുമ്പോ നമ്മളിങ്ങനെ പഠിച്ചങ്ങ് പോവായിരുന്നു. എല്ലാരും ജയിക്കുമല്ലേ? അല്ല, സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഇതിലങ്ങ് പഠിക്കുകയാണ്. ഇനിയിപ്പോ ജൂൺ 8 വരെ വിചാരിക്കും ഇനി അപ്പൊ സമയമുണ്ടല്ലോ, ഒത്തിരി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇനി ചിലപ്പോ വേണമെങ്കിലും ശ്രദ്ധിക്കത്തില്ല. ഇപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പോകും. ഇപ്പോഴും ശരിക്കും പഠിച്ചു പോവായിരുന്നു എക്സാം ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതിനി മാറ്റം ഉണ്ടാവത്തില്ലല്ലോ? ഈ ജൂൺ 8 ആ ഡേറ്റിന് മാറ്റം ഉണ്ടാവത്തില്ലല്ലോ? ഇല്ല. ഓക്കെ. നമുക്ക് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ആന്റി ഡിസെൻട്രിക് ആണ്. ആന്റി ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസെൻട്രീനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസെൻട്രി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ആന്റി ഡിസെൻട്രിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് അല്ലേ? ഇൻ ഡിസെൻട്രി കണ്ടീഷൻസിൽ എന്താ ഉണ്ടാവുക? അത് ഇൻഫ്ലമേഷൻ ഓഫ് ദി കൊളോണിക് മ്യൂക്കോസ. നമ്മുടെ കൊളോണിക് മ്യൂക്കോസിൽ എന്തുണ്ടാവുമായിരിക്കും? ഇൻഫ്ലമേഷൻ ഉണ്ടാവില്ല. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ തടിപ്പുണ്ടാവും. ഓക്കെ. ഒക്കേഴ്സ് ഇറ്റ് ലീഡ്സ് ടു പാസേജ് ഓഫ് ബ്ലഡ് ആൻഡ് മ്യൂക്കസ്. അതിന്റെ ഫലമായിട്ട് നമ്മുടെ നമ്മുടെ മോഷന്റെ കൂടെ എന്തുണ്ടാവും? ബ്ലഡും മ്യൂക്കസും ഒക്കെ കൂടിയിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്നത്. ഡിസെൻട്രീനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസെൻട്രി റിലീവ് ചെയ്യാൻ വേണ്ടി, മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ആന്റി ഡിസെൻട്രി ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആന്റി ഡിസെൻട്രി ഡ്രഗ്സിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള ഡ്രഗ് എന്ന് പറയുന്നത് എപ്പിക്കാക്യൂനയാണ്. എപ്പിക്കാക്യൂനയുടെ സിനോണിം വരുന്നത് എപ്പിക്കാക്ക് ആണ്. ബയോളജിക്കൽ സോഴ്സ് വരുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് റൂട്ട്സ് ആൻഡ് ഡ്രൈസോംസ് ഓഫ് സെഫാലിസ് എപ്പിക്കാക്യൂന. സെഫാലിസ് അക്യുമിനേറ്റ ബിലോങ്ങിങ് ടു ദി ഫാമിലി റുബിയാസിയെ. അതായത് ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ഇത് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് റൂട്ട്സ് ആൻഡ് റൈസോംസ് ഓഫ്, അതായത് നമ്മുടെ ഡ്രൈഡ് റൂട്ട്സ് ആൻഡ് റൈസോംസ് ഓഫ് സെഫാലിസ് എപ്പിക്കാക്യൂന.
സെഫാലിസ് അക്യുമിനേറ്റ ബിലോങ്ങിങ് ടു ദി ഫാമിലി റുബിയാസിയെ, അതായത് റുബിയാസിയിലാണ് ഫാമിലി വരുന്നത്. രണ്ട് വെറൈറ്റി പറയുന്നുണ്ട് അല്ലേ, സെഫാലിസ് എപ്പിക്കക്യുനയും സെഫാലിസ് അക്യുമിനേറ്റയും. രണ്ട് വെറൈറ്റിയിൽ പെട്ട ചെടിയുടെ റൂട്ട്സും റൈസോംസും ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പേര് ക്ലിയർ അല്ലേ? സെഫാലിസ് എപ്പിക്കക്യുന, സെഫാലിസ് അക്യുമിനേറ്റ ബിലോങ്ങിങ് ടു ദി ഫാമിലി വരുന്നത് റുബിയാസിയാണ് ഫാമിലി വരുന്നത്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിൽ നമ്മൾ പറയുന്നത് ബ്രസീലിയൻ എപ്പിക്കക്യുനെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. അതിന്റെ റൂട്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിന്റെ കളർ വരുന്നത് ഡാർക്ക് റെഡ് എന്നാണ് കേട്ടോ. ഡാർക്ക് റെഡ് ടു ഡാർക്ക് ബ്രൗൺ കളറാണ് വരുന്നത് കേട്ടോ. ഡാർക്ക് റെഡ് ടു ഡാർക്ക് ബ്രൗൺ കളറാണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഫെയിൻ്റ് ആണ് വരുന്നത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റർ ടേസ്റ്റ് ആണ് വരുന്നത്. സൈസ് ഏകദേശം 150 മില്ലിമീറ്റർ വരെ നീളമാണ് വരുന്നത്. ഇതിന്റെ തിക്ക് എന്ന് പറയുന്നത് 6 മില്ലിമീറ്റർ വരെയാണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഷേപ്പ് ആണ് പറയുന്നത്. ഇതിന്റെ റൂട്ട്സ് നമ്മൾ ഫോർച്യൂൺ പീസസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ റൂട്ട്സ് ഏത് ഷേപ്പാണ് കാണപ്പെടുന്നത്? ഫോർച്യൂൺ പീസസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റൈസോംസ് ആണ്. റൈസോംസിന്റെ കളർ എന്ന് പറയുന്നത് ബ്രിക്ക് റെഡ് ടു ഡാർക്ക് ബ്രൗൺ കളറാണ് വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 2 മീറ്റർ ലെങ്ത് വരും. ഓക്കെ, 2 മില്ലിമീറ്റർ ലെങ്ത് വരും. പിന്നെന്താണ് ഷോർട്ടാണ്. ഓക്കെ, പിന്നെന്താ വരുന്നത്? അറ്റാച്ച്ഡ് ടു ദി റൂട്ട്സിനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിന്റെ ഷേപ്പ് വരുന്നത് സിലിണ്ട്രിക്കൽ ആണ്. കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത് ആൽക്കലോയിഡ്സ് ഓഫ് എപ്പിക്കാക്യൂന, എമിറ്റിൻ, സെഫാലിൻ, സൈക്കോട്രിൻ മീഥൈൽ ഈഥർ, എമിറ്റാമിൻ, എപ്പിക്കാക്യൂനിക് ആസിഡ്. ഓക്കെ, എപ്പിക്കാക്യൂനിക് ആസിഡ്, ഗൈക്കോസൈഡ്, എപ്പിക്കാക്യൂനിൻ, സ്റ്റാർച്ച്, കാൽഷ്യം ഓക്സലേറ്റ്. ഇതൊക്കെയാണ് എപ്പിക്കാക്യൂനയുടെ കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. ആൽക്കലോയിഡ്സ് ഓഫ് എപ്പിക്കാക്യൂന, എമിറ്റിൻ, സെഫാലിൻ, സൈക്കോട്രിൻ മീഥൈൽ ഈഥർ, എമിറ്റാമിൻ, എപ്പിക്കാക്യൂനിക് ആസിഡ്, ഗൈക്കോസൈഡ്, എപ്പിക്കാക്യൂനിൻ, സ്റ്റാർച്ച്, കാൽഷ്യം ഓക്സലേറ്റ്. ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതിന്റെ യൂസസ് ആണ്. എമിറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? എമിറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്പെറ്റോറന്റ് ആണ്, ഡിസെൻട്രി ആണ്. ഓക്കെ, എമിറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഛർദിക്കൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ? എക്സ്പെറ്റോറന്റ് ആണ് ചുമയ്ക്ക് വേണ്ടിട്ട്. ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസെൻട്രി നമ്മളിപ്പോ പറഞ്ഞത്. ഡിസെൻട്രിക്കൊക്കെ വേണ്ടിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആന്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റന്റ് ആണ്. ആന്റിസെപ്റ്റിക്സ് ആർ ദി കെമിക്കൽ സ്റ്റെറിലൈസിംഗ് സബ്സ്റ്റൻസ്. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കലി സ്റ്റെറിലൈസിംഗ് സബ്സ്റ്റൻസ് ആണ്. വിച്ച് ആർ യൂസ്ഡ് ടു കിൽ പാത്തോജനിക് മൈക്രോ ഓർഗാനിസത്തിനെ കിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പറയുന്നത്. വിച്ച് ആർ യൂസ്ഡ് ടു കിൽ പാത്തോജനിക് മൈക്രോബ്സിനെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഗ്രോത്തിനെ തടയാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ്. കെമിക്കൽ സ്റ്റെറിലൈസിംഗ് സബ്സ്റ്റൻസ് ആണ് ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെന്താണ് ഡിസിൻഫെക്റ്റന്റ് ഇൻഡിക്കേറ്റഡ്? ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രക്ഷൻ ഓർ ടു മേക്ക് ദ സർഫസ് ഫ്രീ ഫ്രം പാത്തോജനിക് മൈക്രോ ഓർഗാനിസം. അതായത് മൈക്രോ ഓർഗാനിസത്തിനെ സർഫസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദ സബ്സ്റ്റൻസ് വിച്ച് കിൽ ബാക്ടീരിയ ആൻഡ് സ്പോർസ്. ഈ ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയനെയും അതിന്റെ സ്പോർസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ എക്സ് അല്ലേ, അതിന്റെ എക്സിനെ വരെ നശിപ്പിച്ച് കളയുന്നുണ്ടെന്നാണ് പറയുന്നത്. ജനറലി ദ ടേം ഡിസിൻഫെക്റ്റന്റ് ഈസ് അപ്ലൈഡ് ഓൺലി ടു ദോസ് സബ്സ്റ്റൻസ് വിച്ച് ആർ നോട്ട് ഡയറക്ട്ലി അപ്ലൈഡ് ടു ദി ടിഷ്യൂ ഡ്യൂ ടു ദെയർ ടോക്സിസിറ്റി. അതായത് എന്താ പറയുന്നത്? ദ ടേം ഡിസിൻഫെക്റ്റന്റ് അപ്ലൈഡ് ഓൺലി ടു ദോസ് സബ്സ്റ്റൻസ്. അതായത് നമ്മളെ ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞ ടേം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നോട്ട് ഡയറക്ട്ലി അപ്ലൈഡ് ടു ദി ടിഷ്യൂസ് ഡ്യൂ ടു ദെയർ ടോക്സിസിറ്റി. ഡിസിൻഫെക്റ്റന്റ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നേരിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ടിഷ്യൂസിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നില്ല. അതെന്താ വെച്ചാൽ നേരിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോയിസണസ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അത് കാരണം നമ്മൾ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ടിഷ്യൂസിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഒന്നിക്കത് ഡൈലൂട്ട് ഫോമിലാണ് നമ്മൾ ടിഷ്യൂസിലേക്കൊക്കെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്ലൈ ചെയ്യുന്നത് കേട്ടാ. അത് അത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടർമറിക് ആണ്. ടർമറിക്കിന്റെ സിനോണിം വരുന്നത് ഇന്ത്യൻ സാഫ്രോൺ ഹൽദി ആണ്. ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു അല്ലേ.
ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ടർമറിക് കൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈഡ് ആസ് വെൽ ആസ് ഫ്രഷ് റൈസോംസ് ഓഫ് പ്ലാന്റ് നോൺ ആസ് കുർക്കുമ ലോങ്കാലിൻ ബിലോങ് ടു ദി ഫാമിലി സിഞ്ചിബറാസി. അതായത് ടർമറിക്കിന്റെ ഫാമിലി വരുന്നത് സിഞ്ചിബറാസിയാണ്. കുർക്കുമ ലോങ്കാലിൻ എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ ഫ്രഷ് ആയിട്ടുള്ളതും ഉണക്കിയതുമായ റൈസോംസ് ആണ്. ടർമറിക് ഡ്രൈഡ് ആസ് വെൽ ആസ് ഫ്രഷ് റൈസോംസ്, അതിന്റെ റൈസോംസ് ആണ്. ഉണക്കിയതും ഫ്രഷ് ആയിട്ടുള്ളതുമായ റൈസോംസ് ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വെറൈറ്റിയുടെ പേര് കുർക്കുമ ലോങ്കാലിൻ ആണ്. അതിന്റെ ഫാമിലി വരുന്നത് സിഞ്ചിബറാസിയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഇതിന്റെ കളർ വരുന്നത് എക്സ്റ്റൻലി യെല്ലോയിഷ് ടു യെല്ലോയിഷ് ബ്രൗൺ കളറാണ്. പുറമെ വരുന്നത് യെല്ലോയിഷ് അല്ലെങ്കിൽ യെല്ലോയിഷ് ടു ബ്രൗൺ കളറാണ്. ഇന്റേണൽ ആണെങ്കിൽ യെല്ലോയിഷ് ഓറഞ്ച് ടു ഓറഞ്ച് കളറാണ് വരുന്നത്. ഇതിന്റെ ഓർഡർ ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത്. ഇതിൻ്റെതായ ഒരു സ്മെല്ലുണ്ട്. ഇതിന്റെ ടേസ്റ്റ് ആണെങ്കിൽ സ്ലൈറ്റ് നേരിയ തോതിൽ കയ്പ് ടേസ്റ്റ് ആണുള്ളത്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 2 മുതൽ 5 സെന്റിമീറ്റർ വരെ നീളമുണ്ട്. പിന്നെ ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 1 മുതൽ 2 സെന്റിമീറ്റർ വരെ ഇതിന്റെ തിക്നെസ് വരുന്നുണ്ട്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ലോങ് ആണ് ഷേപ്പ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. റെസിൻ വരുന്നുണ്ട്, ടർമറോൺ വരുന്നുണ്ട്, സിഞ്ചിബെറിൻ, ബോർണിയോൾ, കാപ്രിലിക് ആസിഡ്, ടർമറിക് ഓയിൽ. ഇതൊക്കെയാണ് എന്ത് വരുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. ഏതൊക്കെ വരുന്നത്? റെസിൻ വരുന്നുണ്ട്, ടർമറോൺ, സിഞ്ചിബെറിൻ, ബോർണിയോൾ, കാപ്രിലിക് ആസിഡ്, ടർമറിക് ഓയിൽ. ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ യൂസസ് ആണ് പറയുന്നത്. ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, എക്സ്പെറ്റോറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, കളറിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഓയിൻമെന്റ് ആൻഡ് ക്രീംസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ യൂസസ് പറയുന്നത് ഇത് ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, എക്സ്പെറ്റോറിന് ചുമയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, കളറിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ കളർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇത് ഓയിൻമെന്റ്സിലും ക്രീംസിലും ഒക്കെ ടർമറിക് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ആന്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റന്റ് നമ്മൾ പഠിക്കുന്ന ഡ്രഗ് ആണ് ബെൻസോയിൻ എന്ന് പറഞ്ഞ ഡ്രഗ്. ബെൻസോയിന്റെ സിനോണിം വരുന്നത് സുമാത്ര ബെൻസോയിൻ, ലോബൻ, ഗം ബെൻസോയിൻ. ഓക്കെ, ഇതിന്റെ സിനോണിം വരുന്നത് സുമാത്ര ബെൻസോയിൻ, ലോബൻ, ഗം ബെൻസോയിൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. ബെൻസോയിൻ ഈസ് എ ബാൾസമിക് റെസിൻ. ബെൻസോയിൻ എന്ന് പറയുന്നത് ബാൾസമിക് റെസിൻ ആണ്. അത് നമുക്ക് കിട്ടുന്നത് സ്റ്റൈറാക്സ് ബെൻസോയിൻ എന്നാണ് നമുക്കത് കിട്ടുന്നത്. ഓക്കെ, ബെൻസോയിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാൾസമിക് റെസിൻ ആണ്. സ്റ്റൈറാക്സ് ബെൻസോയിൻ എന്ന് പറഞ്ഞ ഒരു ബെൻസോയിൻ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ബാൾസമിക് റെസിൻ നമ്മൾ എടുക്കുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് സ്റ്റൈറാസിയാണ് ഫാമിലി വരുന്നത്. ഫസ്റ്റ് നമ്മൾ 2 തരം ബെൻസോയിൻ വരുന്നുണ്ട്. സുമാത്ര ബെൻസോയിനും വരുന്നുണ്ട്, സിയാം ബെൻസോയിനും വരുന്നുണ്ട്. സുമാത്ര ബെൻസോയിന്റെ കളർ വരുന്നത് ഗ്രേയിഷ് ബ്രൗൺ ഓർ ഗ്രേ കളറാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ ആരോമാറ്റിക് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് വരുന്നത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വീറ്റിഷ് ആൻഡ് സ്ലൈറ്റ്ലി ആക്രിഡ് ആണ് വരുന്നത്. സ്വീറ്റിഷ് ആൻഡ് സ്ലൈറ്റ്ലി ആക്രിഡ് ആണ് ഇതിന്റെ ടേസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിയാം ബെൻസോയിൻ ആണ്. സിയാം ബെൻസോയിന്റെ കളർ വരുന്നത് യെല്ലോയിഷ് ബ്രൗൺ. സിയാം ബെൻസോയിന്റെ കളർ വരുന്നത് യെല്ലോയിഷ് ബ്രൗൺ ടു റസ്റ്റി ബ്രൗൺ, അതായത് ഡസ്റ്റി ബ്രൗൺ കളറാണ് വരുന്നത്. ഓക്കെ, ഡസ്റ്റി ബ്രൗൺ കളറാണ് വരുന്നത്, ഒരു മങ്ങിയ ബ്രൗൺ കളർ കേട്ടോ. പിന്നെന്താ വരുന്നത്? ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? എഗ്രിയബിൾ ആൻഡ് വാനില ലൈക്ക് ആണ് ഇതിന്റെ ഓർഡർ വരുന്നത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് സ്വീറ്റിഷ് ആൻഡ് സ്ലൈറ്റ്ലി ആക്രിഡ് ആണ്. സ്വീറ്റിഷ് ആൻഡ് സ്ലൈറ്റ്ലി ആക്രിഡ് ടേസ്റ്റ് ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. ബാൾസമിക് ആസിഡ് വരുന്നുണ്ട്, ബെൻസോയിക് ആസിഡ്, സിന്നമിക് ആസിഡ്, ട്രൈടെർപിനോയിഡ് വരുന്നുണ്ട്, സുമാറിസിനോളിക് ആസിഡ് വരുന്നുണ്ട്, സിയാറിസിനോളിക് ആസിഡ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ യൂസസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഇറിറ്റേറ്റിംഗ് എക്സ്പെറ്റോറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കാർമിനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഡയൂററ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ആന്റിസെപ്റ്റിക് പ്രൊട്ടക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാർമിനേറ്റീവ് അറിയാലോ, ഡൈജസ്റ്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അല്ലെ. ഡയൂററ്റിക് എന്ന് പറഞ്ഞാൽ യൂറിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടി, ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി, അതിന്റെ ആക്ഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി. പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ സ്കിന്നിന്റെ മുകളിൽ ഒരു കോട്ടിംഗ് പോലെ ഫോം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്? അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? സോപ്സ്, പെർഫ്യൂംസ്, കോസ്മെറ്റിക്സ്, ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആന്റി മലേറിയൽസ് ആണ്. ആന്റി മലേറിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, നമ്മുടെ മലേറിയയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് ആന്റി മലേറിയൽസ് എന്ന് പറയുന്നത്. മലേറിയ വന്നു കഴിഞ്ഞാൽ അതിന്റെ സിംറ്റംസ് പറയുന്നുണ്ട്. എന്താണ് സിംറ്റംസ് വരുന്നത്? ഷിവറിങ് ഉണ്ടായിരിക്കും, ഫീവർ ഉണ്ടായിരിക്കും, പിന്നെ എക്സസ് ആയിട്ടുള്ള സ്വെറ്റിംഗ് ഉണ്ടായിരിക്കും, വിയർക്കും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ മലേറിയയുടെ സിംറ്റംസ് പറയുന്നത്. മലേറിയ വന്നു കഴിഞ്ഞാൽ ഷിവറിങ് ഉണ്ടായിരിക്കും, ഫീവർ ഉണ്ടായിരിക്കും, എക്സസീവ് ആയിട്ടുള്ള സ്വെറ്റിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് മലേറിയയുടെ സിംറ്റംസ് പറയുന്നത്. ഡ്രഗ്സ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് മലേറിയ. മലേറിയക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മുടെ ആന്റി മലേറിയൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഡ്രഗിന്റെ പേര് സിങ്കോണ എന്നാണ്. എന്താണ് ഡ്രഗിന്റെ പേര്? സിങ്കോണ എന്നാണ്. സിങ്കോണയുടെ സിനോണിം പറയുന്നത് ജസ്യൂസ് ബാർക്ക് അല്ലെങ്കിൽ പെറുവിയൻ ബാർക്കാണ്. ഓക്കെ, സിങ്കോണയുടെ സിനോണിം പറയുന്നത് ജസ്യൂസ് ബാർക്ക് അല്ലെങ്കിൽ
പെറൂവിയൻ ബാർക്ക് എന്നാണ്. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് സിംഗൂണ ഈസ് ഡ്രൈഡ് ബാർക്ക് ഓഫ് കൾട്ടിവേറ്റഡ് ട്രീസ് ഓഫ് സിംഗോണ കാലിസായ വെഡ്. ഓക്കെ, സിംഗോണ ലെഡ്ജറിയാന, ഈ ആദ്യത്തെ പേര് പഠിച്ചാൽ മതി. സിംഗോണ കാലിസായ, സിംഗോണ ലെഡ്ജറിയാന, സിംഗോണ ഒഫിഷ്യനാലിസ് സിംഗോണ സക്സിറൂബ ബിലോങ്ങിങ് ടു ദി ഫാമിലി റുബിയാസിയ. അതായത് 4 വെറൈറ്റി ചെടിയിൽ നിന്ന് നമ്മളതിന്റെ ബാർക്ക് അല്ലെ, ബാർക്കാണ് കളക്ട് ചെയ്യുന്നത്. ബാർക്ക് കളക്ട് ചെയ്തിട്ട് അതിനെ ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. സിംഗോണയുടെ ഏതൊക്കെ വെറൈറ്റിയാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? സിംഗോണ കാലിസായ, സിംഗോണ ലെഡ്ജറിയാന, സിംഗോണ ഒഫിഷ്യനാലിസ്, സിംഗോണ സക്സിറൂബ. ഓക്കെ, 4 വെറൈറ്റി പറയുന്നുണ്ട്. സിംഗോണ കാലിസായ, സിംഗോണ ലെഡ്ജറിയാന, സിംഗോണ ഒഫിഷ്യനാലിസ്, സിംഗോണ സക്സിറൂബ. ഓക്കെ, സക്സിറൂബ. അങ്ങനെ 4 ഫാമിലി, 4 വെറൈറ്റി പറയുന്നുണ്ട്. ഈ 4 വെറൈറ്റി പെട്ട ചെടിയുടെ അതിന്റെ ബാർക്ക് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് റുബിയാസിയാണ് അതിന്റെ ഫാമിലി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിൽ അതിന്റെ കളർ വരുന്നത് ഡാർക്ക് സ്റ്റെം ബാർക്ക് എന്ന് പറയുന്നത്, ആ സ്റ്റെം ബാർക്കിന്റെ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് എന്ത് കളറാണ്? ഡൾ ബ്രൗണിഷ് ഗ്രേ ടു സ്റ്റെം ബാർക്കിന്റെ കളർ പുറമത്തെ സർഫസിൽ പുറമത്തെ ഭാഗത്ത് എന്ത് കളർ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡൾ ബ്രൗണിഷ് അല്ലെങ്കിൽ ഡൾ ബ്രൗണിഷ് ഗ്രേ ടു വൈറ്റ് കളറാണ് വരുന്നത്. അതിന്റെ ഇന്നർ സർഫസിലാണെങ്കിൽ യെല്ലോയിഷ് ബ്രൗൺ ടു ഡീപ്പ് റെഡിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതിന്റെ റൂട്ടിന്റെ കേസാണ്. റൂട്ടാണെങ്കിൽ ഡാർക്ക് ഡീപ്പ് റെഡിഷ് ബ്രൗൺ ആണ് വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് സ്ലൈറ്റ്, നേരിയൊരു മണമുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൻ്റെതായ ഒരു സ്മെല്ലുണ്ട്. ടേസ്റ്റ് ആണെങ്കിൽ ഇന്റൻസിലി ബിറ്റർ ആണ്, ഭയങ്കര ടൈപ്പ് ടേസ്റ്റ് ആണുള്ളത്. ഒരു അസ്ട്രിജൻ തരിപ്പുള്ള ഒരു ടേസ്റ്റും കൂടി ഉണ്ട്. പിന്നെ 2 വെറൈറ്റി സിംഗോണയുടെ സൈസ് പറയുന്നുണ്ട്. സൈസ് ഇതൊന്നും ചോദിക്കില്ല കേട്ടോ. 12 മുതൽ 25 മില്ലിമീറ്റർ വരെയാണ് രണ്ടെണ്ണത്തിന് ഡയമീറ്റർ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്, ക്യൂനിക് ആസിഡ് വരുന്നുണ്ട്, സിംഗോടാനിക് ആസിഡ് വരുന്നുണ്ട്, ക്യുനോലിൻ ഡെറിവേറ്റീവ്സ് വരുന്നുണ്ട്, ക്യൂനിൻ വരുന്നുണ്ട്, ക്യൂനിഡിൻ, സിംഗോണിൻ, പിന്നെന്താ വരുന്നത്? ഹൈഡ്രാക്യുനോൺ, ഹൈഡ്രോസിംഗോണിഡിൻ, ഹോമോസിംഗോണിഡിൻ, ക്യൂനിസിൻ, സിംഗോണിഡിൻ. ഓക്കെ, സിംഗോണിഡിൻ 2 പ്രാവശ്യം ഉണ്ട് അല്ലേ. ആൽക്കലോയിഡ്സ് ഉണ്ട്, ക്യൂനിക് ആസിഡ് വരുന്നുണ്ട്, സിംഗോടാനിക് ആസിഡ് വരുന്നുണ്ട്, ക്യുനോലിൻ ഡെറിവേറ്റീവ്സ് വരുന്നുണ്ട്, ക്യൂനിൻ, പിന്നെന്താണ്? ക്യൂനിഡിൻ, സിംഗോണിൻ, ഹൈഡ്രോക്യുനോൺ, ഹൈഡ്രോസിംഗോണിഡിൻ, ഹോമോസിംഗോണിഡിൻ, ക്യൂനിസിൻ, സിംഗോണിഡിൻ. ഓക്കെ, ഇത്രയൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ യൂസസ് ആണ് പറയുന്നത്. മലേറിയനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആന്റി പൈററ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പൈററ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പനിയൊക്കെ കുറയ്ക്കാൻ, പനി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നു അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബിറ്റർ ടോണിക് ആണ്. ബിറ്റർ ടോണിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റൊമാറ്റിക് എന്ന് പറഞ്ഞാൽ വയറുവേദനയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. റൊമാറ്റിസം എന്ന് പറഞ്ഞാൽ വാദത്തിന് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ന്യൂറാൾജിയ എന്ന് പറഞ്ഞാൽ ഞരമ്പിന്റെ ഒക്കെ വേദനയാണ് ന്യൂറാൾജിയ എന്ന് പറയുന്നത്. ഡിപ്രസന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഓക്സിറ്റോസിക്സ് ആണ്. ഓക്സിറ്റോസിക്സ് എന്ന് പറയുന്നത് എന്താ? ഓക്സിറ്റോസിക്സ് ആർ ദി ഡ്രഗ്സ് ഓഫ് വാരിയിങ് കെമിക്കൽ നാച്ചർ. അതിന്റെ കെമിക്കൽ നാച്ചർ എന്ന് പറയുന്നത് വ്യത്യാസപ്പെടുന്ന ഡ്രഗാണ് ഓക്സിറ്റോസിക്സ് എന്ന് പറയുന്നത്. ഇതിന് എന്തിനുള്ള കഴിവുണ്ട്? യൂട്രൈൻ മസിൽസിനെ കോൺട്രാക്ട് ചെയ്യാനും സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഈ ഓക്സിറ്റോസിക്സിന് എന്തിനുള്ള കഴിവുണ്ട്? യൂട്രൈൻ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതിനെ നമ്മൾ ഈ ഓക്സിറ്റോസിക്സിനെ നമ്മൾ യൂട്ടറോടോണിക്സ് എന്നും കൂടി വിളിക്കുന്നുണ്ട്. ഓക്കെ, ഓക്സിറ്റോസിക്സിനെ നമ്മൾ യൂട്ടറോടോണിക്സ് എന്നും കൂടി വിളിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഓക്സിറ്റോസിക്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? പോസ്റ്റ് പാർട്ടം ഹെമറേജിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എർഗോട്ട് ആണ്. എർഗോട്ട് എന്ന് പറഞ്ഞാൽ സിനോണിം പറയുന്നത് എർഗോട്ട് ഓഫ് ഫ്രൈ അല്ലെങ്കിൽ എർഗോട്ടയാണ്. ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ഇറ്റ് ഈസ് ഡ്രൈഡ് സ്ക്ലീറോട്ടിയം ഓഫ് എ ഫംഗസ് ക്ലാവിസെപ്സ് പർപ്യൂരെ ബിലോങ്ങിങ് ടു ദി ഫാമിലി ഹൈപ്പോക്രിയാസിയെ. അതായത് ഒരു ഫംഗസിന്റെ സ്ക്ലീറോട്ടിയം എന്ന് പറഞ്ഞ സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മളിതിനെ കളക്ട് ചെയ്യുക. ഓക്കെ, അതായത് ക്ലാവിസെപ്സ് പർപ്യൂരെ ഇനത്തിൽപ്പെട്ട ഒരു ഫംഗസിന്റെ സ്ക്ലീറോട്ടിയം സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മളിതിനെ കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ഉണക്കും. എന്നിട്ട് ആ
എന്നിട്ടാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് അല്ലേ. അതിൻ്റെ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫാമിലി വരുന്നത് ഹൈപ്പോക്രിയാസിയാണ്. ഓക്കെ, ക്ലാവിസെപ്സ് പർപ്യൂരെ എന്നാണ് ഫംഗസിൻ്റെ ഇനത്തിൻ്റെ പേര്. അതായത് ക്ലാവിസെപ്സ് പർപ്യൂരെ. ഓക്കെ, ഇതിൻ്റെ സ്ക്ലിറോട്ടിയം സ്റ്റേജിൽ നമ്മളിതിനെ കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫാമിലി വരുന്നത് ഹൈപ്പോക്രിയാസിയാണ് ഇതിൻ്റെ ഫാമിലി വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ലൈഫ് സൈക്കിൾ പിന്നെ നമുക്ക് പഠിക്കാനില്ല. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, ഇതിൻ്റെ കളർ വരുന്നത് ഇറ്റ് ഈസ് ഡാർക്ക് വയലറ്റ് ടു ബ്ലാക്ക് കളറാണ് വരുന്നത്. ഇന്റേർണലി ഇറ്റ് ഈസ് വൈറ്റിഷ് അല്ലെങ്കിൽ പിങ്കിഷ് വൈറ്റ് കളറാണ് വരുന്നത്. ഓക്കെ, അതായത് ഇതെന്ന് പറയുന്നത് എന്താ, ഡാർക്ക് വയലറ്റ് ടു ബ്ലാക്ക് കളറാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലത്തെ കളറാണെങ്കിൽ വൈറ്റിഷ് ഓർ പിങ്കിഷ് വൈറ്റ്. ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല മണമെന്നല്ല, നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു മണമാണ് കേട്ടോ. ഡിസഗ്രിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു മണമാണ്, യോജിക്കാൻ പറ്റാത്തൊരു സ്മെല്ലാണ്. പെയിൻ്റ് ആണ്. പെയിൻ്റ് എന്ന് പറഞ്ഞാൽ മങ്ങിയ ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലാണ്. ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ടേസ്റ്റ് തന്നെയാണുള്ളത്. സൈസ് ആണെങ്കിൽ ഇതിൻ്റെ സ്ക്ലിറോട്ടിയത്തിൻ്റെ സൈസ് വരുന്നത് 1 മുതൽ 3 സെൻറ്റിമീറ്റർ വരെയാണ് ഇതിൻ്റെ നീളം വരുന്നത്. ഇതിൻ്റെ വീതി ആണെങ്കിൽ 1 മുതൽ 5 മില്ലിമീറ്റർ വരെയാണ് ഇതിൻ്റെ വീതി വരുന്നത്. ഇതിൻ്റെ ഷേപ്പ് വരുന്നത് സ്ക്ലിറോട്ടിയം അതിൻ്റെ ഫ്യൂസിഫോം ഷേപ്പാണ് വരുന്നത്. ഫ്യൂസിഫോം. ഓക്കെ, ഫ്യൂസിഫോം ഷേപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഫ്യൂസിഫോം ഇത് രണ്ടറ്റവും ഇങ്ങനെ കൂർമ്മിച്ചിരിക്കുന്നത് തുമ്പ് കൂർന്നിട്ടുള്ള ഒരു ഷേപ്പ്. നീളത്തിൽ വന്നിട്ട് തുമ്പ് കൂർത്തിട്ട് നമ്മുടെ കോമാങ്ങയുടെ ഒക്കെ പോലത്തെ ഒരു ഷേപ്പ് പോലെ അല്ലേ? അങ്ങനത്തെ ഒരു ഷേപ്പ് തന്നെയല്ലേ? ഓക്കെ, സ്ക്ലിറോട്ടിയം ഫ്യൂസിഫോം ആണ്. ട്രയാങ്കുലർ, യൂഷ്വലി ടേപ്പറിങ് ഓൺ ദ എൻഡ് ടേപ്പറിങ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ബ്രിട്ടിൽ വിത്ത് ഷോർട്ട് ഫ്രാക്ചർ. ഇത് എന്താ, ചെറിയ ചെറിയ കഷ്ണമായി. ഫ്രാക്ചർ വേണ്ട, ഫ്രാക്ചർ പഠിക്കണ്ട. നെക്സ്റ്റ് നമ്മൾ പറയുന്ന കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് എർഗോട്ടാമിൻ, എർഗോട്ടാമിനിൻ, എർഗോസിൻ, എർഗോസിനിൻ, എർഗോക്രിസ്റ്റിൻ, എർഗോക്രിസ്റ്റിനിൻ, എർഗോക്രിപ്റ്റിൻ, എർഗോക്രിപ്റ്റിനിൻ, എർഗോകോർണിൻ, എർഗോകോർണിനിൻ. എർഗോട്ടാമിൻ, എർഗോട്ടാമിനിൻ, എർഗോസിൻ, എർഗോസിനിൻ, എർഗോക്രിസ്റ്റിൻ, എർഗോക്രിസ്റ്റിനിൻ, എർഗോക്രിപ്റ്റിൻ, എർഗോക്രിപ്റ്റിനിൻ, എർഗോകോർണിൻ, എർഗോകോർണിനിൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എർഗോട്ടിൻ്റെ യൂസസ് ആണ് പറയുന്നത്. എർഗോട്ടിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇത് ലേബർ എന്താണ് ഡെലിവറിയുടെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, പോസ്റ്റ് പാർട്ടം ഹെമറേജിന് വേണ്ടി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പോസ്റ്റ് പാർട്ടം ഹെമറേജ് അറിയാലോ, നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ബ്ലീഡിങ് നിൽക്കാത്ത കണ്ടീഷനാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെന്താണ്, നമ്മൾ മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റിനും എർഗോട്ടമിൻ എന്ന് പറഞ്ഞ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഓക്സിറ്റോസിസ് ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വൈറ്റമിൻസ് ആണ്. ഇനി ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ അതായത് എന്ന് പറഞ്ഞാൽ ഈ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓർഗാനിക് കോമ്പൗണ്ട് ആണ് അല്ലേ. ഓർഗാനിക് കോമ്പൗണ്ട് നമ്മുടെ നോർമൽ ഗ്രോത്തിന് വളരെ ആയിട്ടുള്ള അത്യാവശ്യമാണ്. നമ്മുടെ നോർമൽ ഗ്രോത്തിനും നമ്മുടെ പോഷണത്തിനൊക്കെ നമ്മൾ വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റീസ്, കുറച്ച് അളവിലൊക്കെ നമുക്ക് ഫുഡ് വഴിയാണ് കിട്ടുന്നത്. നമ്മുടെ ബോഡി ഇതിനെ സ്വയം ഉണ്ടാക്കുന്നില്ല, സിന്തസൈസ് ചെയ്യുന്നില്ല. ഈ വൈറ്റമിൻസ് നമുക്ക് ഫുഡിലൂടെയാണ് കിട്ടേണ്ടത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് നമ്മൾ പറയുന്നത് കോഡ് ലിവർ ഓയിൽ അല്ലെങ്കിൽ ഹാലിബട്ട് ലിവർ ഓയിലാണ്. ഇതിലെന്തുണ്ട്, കോഡ് ലിവർ ഓയിലായാലും ഹാലിബട്ട് ലിവർ ഓയിലായാലും കൂടുതലായിട്ടും റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഷാർക്ക് ലിവർ ഓയിൽ ആൻഡ് ക്യാരറ്റ് ആണ്. ഷാർക്ക് ലിവർ ഓയിലും ക്യാരറ്റിലും കൂടുതലായിട്ട് കാണപ്പെടുന്നത് വൈറ്റമിൻ എ ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അംല റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി, അംലയിൽ വൈറ്റമിൻ സി കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈസ്റ്റ് റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ ബി കോംപ്ലക്സ്, ഈസ്റ്റിൽ എന്ത് കാണപ്പെടുന്നുണ്ട്, വൈറ്റമിൻ ബി കോംപ്ലക്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഷാർക്ക് ലിവർ ഓയിലാണ്. ഷാർക്ക് ലിവർ ഓയിലിന്റെ സിനോണിം വരുന്നത് ഒളിയം സെലാക്കോയിഡ്സ് ആണ് ഇതിന്റെ സിനോണിം വരുന്നത്. ഓക്കെ, ഷാർക്ക് ലിവർ ഓയിലിന്റെ സിനോണിം വരുന്നത് ഒളിയം സെലാക്കോയിഡ്സ് ആണ്. ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ഷാർക്ക് ലിവർ ഓയിൽസ് ഫിക്സ്ഡ് ഓയിൽ. ഷാർക്ക് ലിവർ ഓയിൽ നിന്ന് ഫിക്സ്ഡ് ഓയിലാണ്. നമുക്കത് എവിടെ നിന്ന് കിട്ടണമെന്ന് വെച്ചെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളതും പിന്നെന്താണ് നമ്മൾ സൂക്ഷിച്ച് വെച്ചതുമായ പ്രിസർവ്ഡ് ലിവേഴ്സ് ഓഫ് വാരിയസ് സ്പീഷീസ് ഓഫ് ദി ഷാർക്ക്. ഓക്കെ, ഷാർക്കിന്റെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഷാർക്കിൽ നിന്നും പിന്നെന്താണ് നമ്മൾ സൂക്ഷിച്ച് വെച്ച ഷാർക്കിന്റെയും ലിവറിൽ നിന്നാണ് നമ്മൾ ഷാർക്ക് ലിവർ ഓയിൽ കളക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്.
ഒരു വെറൈറ്റിയുടെ പേരാണ് നമ്മൾ പറയുന്നത്. ഷാർക്കിന്റെ ഒരു ഇനത്തിൽപ്പെട്ട ഒരു ഷാർക്ക് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഹൈപ്പോപ്രിയോൺ റിവിറോസ്ട്രിസ് എന്ന് പറയുന്നത്. ഇതിന്റെ കളർ വരുന്നത് പെയിൽ യെല്ലോ ടു ബ്രൗണിഷ് യെല്ലോ ആണ്. ഓക്കെ, പെയിൽ യെല്ലോ ടു ബ്രൗണിഷ് യെല്ലോ ആണ് ഇതിന്റെ കളർ വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഫിഷ് ആണ് കേട്ടോ. ഫിഷിന്റെ പോലത്തെ മണാണ് ഉള്ളത്. പക്ഷെങ്കിൽ അത്ര റാൻസിഡ് അല്ല. റാൻസിഡ് എന്ന് പറഞ്ഞാൽ അത്ര ചീഞ്ഞളിഞ്ഞ സ്മെല്ലൊന്നല്ല. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാൻഡ് ഓർ ഫിഷി ടേസ്റ്റ്, മീനിന്റെ ടേസ്റ്റ് തന്നെയാണുള്ളത്. കെമിക്കൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ ഉണ്ട്, ഗ്ലിസറൈഡ്സ് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ഗ്ലിസറൈഡ്സ് ഓഫ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി നമ്മൾ ഷാർക്ക് ലിവർ ഓയിൽ യൂസ് ചെയ്യും. പിന്നെ ന്യൂട്രിറ്റീവ് ആയിട്ട് യൂസ് ചെയ്യും. ന്യൂട്രിറ്റീവ് എന്ന് പറഞ്ഞാൽ പോഷകമാണ്. പിന്നെന്താണ് ഡൈലൂട്ട് ഷാർക്ക് ലിവർ ഓയിൽ വിത്ത് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെന്താണ് സൺബേൺ ഓയിൻമെന്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബേൺ ഓയിൻമെന്റ്സിലും സൺബേൺ ഓയിൻമെന്റ്സിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വൈറ്റമിൻസ് ക്ലിയർ അല്ലേ? ഓക്കെ.
വിറ്റമിൻസ് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് 16ാമത്തെ ചാപ്റ്ററാണ് എടുക്കാനുള്ളത് അല്ലേ. ഓക്കെ, 16ാമത്തെ ചാപ്റ്റർ വരുന്ന ആൻറ്റി ഡയബറ്റിക്സ് ആണ്. ആൻറ്റി ഡയബറ്റിക്സ് എന്ന് നമുക്കറിയാം അല്ലേ. ഡയബറ്റീസിന് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ആൻറ്റി ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. ഡയബറ്റീസ് ഇൻഎബിലിറ്റി ഓഫ് ദ ബോഡി ടു യൂട്ടിലൈസ് ഗ്ലൂക്കോസ് ഇൻ ഫെയിലിയർ ടു, അതായത് നമ്മുടെ പാൻക്രിയാസിന് ഇൻസുലിൻ വേണ്ടത്ര രീതിയിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടത്രയും അളവിൽ നമുക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ നമ്മുടെ ഗ്ലൂക്കോസിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് അതുപോലെ നിലനിൽക്കുകയും ചെയ്യും, നമുക്ക് ഡയബറ്റീസ് ആയിട്ട് മാറുകയും ചെയ്യും. അതാണ് ഉണ്ടാവുന്നത്. Thus diabetes is the inability of the body to utilize glucose. അതായത് നമ്മുടെ ഡയബറ്റീസിന് എന്ത് ചെയ്യാൻ പറ്റും, ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇന്നബിലിറ്റി ഓഫ് ബോഡി ടു യൂട്ടിലൈസ് ഗ്ലൂക്കോസ്, നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ. ഓക്കെ, എന്തിന്റെ ഫലമായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള പാൻക്രിയാസ് എന്ത് ചെയ്യില്ല, വേണ്ടത്ര രീതിയിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര രീതിയിൽ. ഓക്കെ, നമ്മുടെ ഈ പാൻക്രിയാസ് ആണ് എന്ത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനും നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസും വന്നിട്ട് വർക്ക് ചെയ്തിട്ട് രണ്ടും കൂടിയിട്ട് പ്രവർത്തിച്ചിട്ട് ന്യൂട്രലൈസ് ആയി പോകണം അല്ലേ. അങ്ങനത്തെ കണ്ടീഷനിൽ ശരിക്കും എന്ത് ചെയ്യില്ല, നമ്മുടെ ഫുഡിലൂടെയൊക്കെ അത്യാവശ്യം ഗ്ലൂക്കോസ് നമ്മൾ കഴിക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ പാൻക്രിയാസ് അത് ന്യൂട്രലൈസ് ചെയ്ത് പ്രവർത്തിച്ചിട്ട് പോകാനുള്ള അത്രയും ഇൻസുലിൻ നമ്മുടെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിച്ചില്ലാച്ചെങ്കിൽ നമുക്ക് ഡയബറ്റീസ് വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ജിംനാമയിൽ വരുന്ന ആൻറ്റി ഡയബറ്റിക് ഡ്രഗിൽ വരുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ജിംനാമയാണ്. ജിംനാമയുടെ സിനോണിം വരുന്നത് ഗുഡ്മർ. ഓക്കെ, ഗുഡ്മർ മധുനാശിനി എന്നാണ്. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ദിസ് കൺസിസ്റ്റ് ഓഫ് ദി ലീവ്സ് ഓഫ് ദി പ്ലാന്റ് നോൺ ആസ് ജിംനാമ സിൽവസ്ട്രി ടു ദ ഫാമിലി ആസ്ക്ലിപ്പിയാഡിയാസി ആണ് ഫാമിലി വരുന്നത്. ഏതാണ് ജിംനാമ സിൽവസ്ട്രി എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ അതിന്റെ പ്ലാന്റിന്റെ ലീവ്സ് ആണ് നമ്മൾ മെഡിസിൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫാമിലി വരുന്നത് ആസ്ക്ലിപ്പിയാഡിയാസി ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിന്റെ കളർ വരുന്നത് ഗ്രീൻ ആണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ പ്ലസന്റ് ആൻഡ് ആരോമാറ്റിക് ഓർഡർ ആണ് വരുന്നത്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ടേസ്റ്റ്ലെസ് ആണ്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 3 മുതൽ 5 3 to 5 ഇൻറ്റു 1 to 2 സെന്റിമീറ്റർ ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഷേപ്പ് വരുന്നത് ഒവൈറ്റ് വിത്ത് അക്യൂട്ട് ആപെക്സ് ആണ് വരുന്നത്. ഒവൈറ്റ് ഷേപ്പ് ആണ്. ഇതിന്റെ മനഭാഗം കൂർത്തിട്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് പറയുന്നത് ഹെൻറിയ കോണ്ടൈൻ, പെൻറിയ കോണ്ടൈൻ, ഫൈറ്റിൻ. ഹെൻറിയ കോണ്ടൈൻ എന്തിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണെന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഹെൻറിയ കോണ്ടൈൻ ഓക്കെ, ഹെൻറിയ കോണ്ടൈൻ, പെൻറിയ കോണ്ടൈൻ, ഫൈറ്റിൻ, ആൽഫ ആൻഡ് ബീറ്റ ക്ലോറോഫിൽ, സ്റ്റാർട്ടാറിക് ആസിഡ്, ഫോമിക് ആസിഡ് രണ്ട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫോമിക് ആസിഡ്, ബ്യൂട്ടൈറിക് ആസിഡ്, മ്യൂസിലേജിനോസിറ്റോൾ, ഡീക്യൂർസിറ്റോൾ, പിന്നെന്താ വരുന്നത് ജിംനാമിക് ആസിഡ്, ആന്ത്രാക്വിനോൺ ഡെറിവേറ്റീവ്സ് ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. ഹെൻറിയ കോണ്ടൈൻ, പെൻറിയ കോണ്ടൈൻ, ഫൈറ്റിൻ, ആൽഫ ആൻഡ് ബീറ്റ ക്ലോറോഫിൽ, സ്റ്റാർട്ടാറിക് ആസിഡ്, ഫോമിക് ആസിഡ്, ബ്യൂട്ടൈറിക് ആസിഡ്, മ്യൂസിലേജിനോസിറ്റോൾ, ഡീക്യൂർസിറ്റോൾ, ജിംനാമിക് ആസിഡ്, ആന്ത്രാക്വിനോൺ ഡെറിവേറ്റീവ്സ് ഇത്രയൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതിന്റെ യൂസസ് ആണ്. ഇത് ആന്റി ഡയബറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡയബറ്റീസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സമാറ്റിക് എന്ന് പറഞ്ഞാൽ വയറുവേദനയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ ഉത്തേജനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ലാക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ ചോദനയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഡയൂററ്റിക് എന്ന് പറഞ്ഞാൽ യൂറിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഡ്രഗാണ് ടെറോകാർപ്പസ് എന്ന് പറയുന്നത്. ടെറോകാർപ്പസിന്റെ സിനോണിം വരുന്നത് ഇന്ത്യൻ കിനോട്രി അല്ലെങ്കിൽ മലബാർ കിനോ അല്ലെങ്കിൽ രക്തചന്ദ്രൻ എന്നാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി ഡ്രൈഡ് ജ്യൂസ് ഓഫ് ദി പ്ലാന്റ് നോൺ ആസ്, അതായത് ടെറോകാർപ്പസ് മാർസൂപ്പിയം എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ ജ്യൂസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് മെഡിസിൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് ലെഗ്യൂമിനോസി ആണ് ഇതിന്റെ ഫാമിലി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിന്റെ കളർ വരുന്നത് റൂബി റെഡ് ആണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർലെസ് ആണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസ്ട്രിജന്റ് ആണ്. ഇതിന്റെ സൈസ് വരുന്നത് 3 to 5 to 10 millimeter ആണ്. അതിന്റെ ഗ്രാന്യൂൾസ് വരുന്നത്. ഷേപ്പ് എന്ന് പറയുന്നത് ആംഗുലാർ ഗ്രെയിൻസ് ആയിട്ടാണ് ഷേപ്പ് വരുന്നത്. കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത് കിനോടാനിക് ആസിഡ് വരുന്നുണ്ട്, കിനോ റെഡ്, കിനോയിൻ, പിന്നെന്താണ് പൈറോകാറ്റച്ചിൻ, പിന്നെ അത് വരുന്നത് റെസിൻ വരുന്നുണ്ട്, ഗാലിക് ആസിഡ് വരുന്നുണ്ട്, ഗ്ലൈക്കോസിഡിൽ ടാനിൻ വരുന്നുണ്ട്, പിന്നെന്താണ് കിനോ റെഡ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ,
ഇത്രയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ യൂസസ് ആണ് പറയുന്നത്. അസ്ട്രിജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പവർഫുൾ അസ്ട്രിജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്മൂത്ത് മസിൽ ടിഷ്യൂസിൻ്റെ ഫൈബ്രസിൻ്റെ കോൺട്രാക്ഷന് വേണ്ടി സഹായിക്കുന്ന ഡ്രഗ്സാണ് അസ്ട്രിജൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഡയറിയയുടെയും ഡിസെൻട്രിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഹെമറേജിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ടൂത്ത് ഏക്ക് പല്ലുവേദനയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. കളർ കൊടുക്കാൻ വേണ്ടി പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡയബറ്റീസ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് നമ്മുടെ ഖാദി ഗ്രാമയോഗ ഇൻഡസ്ട്രീസിലൊക്കെ ഡയബറ്റീസ് മാറാൻ വേണ്ടിയിട്ട് ഷുഗറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഖാദി ഗ്രാമയോഗിലൊക്കെ ഇത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി 17ാമത്തെ ചാപ്റ്ററാണ്. 17ാമത്തെ ചാപ്റ്റർ കാർമിനേറ്റീവ്സ് ആൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ റെഗുലേറ്റേഴ്സ് ആണ് പറയുന്നത്. കാർമിനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ സൂത്തിങ് മെഡിക്കമെൻ്റ് ആണ്. കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്നിട്ട് ഇത് വേദനേനെ മാറ്റുന്നുണ്ട്, സ്റ്റൊമക്കിലുള്ള വേദനേനെ മാറ്റുന്നുണ്ട്. ആൻഡ് ഇൻറ്റൻസീവ് ആൻഡ് എക്സ്പെൽ ഫ്ലാറ്റുലൻസ് ആൻഡ് ഗ്യാസ് ഫ്രം ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിലുള്ള ഗ്യാസൊക്കെ എക്സ്പെൽ ചെയ്ത് കളയുന്നുണ്ട്. പിന്നെന്താണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്, അതായത് മോഷൻ എളുപ്പമാക്കുന്നുണ്ട്. എക്സാമ്പിൾ ഓഫ് കാർമിനേറ്റീവ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഫെന്നൽ വരുന്നുണ്ട്, കൊറിയാണ്ടർ വരുന്നുണ്ട്, കാർഡമം വരുന്നുണ്ട്, ക്ലോവ് വരുന്നുണ്ട്, സിന്നമൺ, കാരാവേ, ഇതൊക്കെയാണ് കാർമിനേറ്റീവ്സിന് എക്സാമ്പിൾ വരുന്നത്. കാർമിനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ കാർമിനേറ്റീവ്സ് നമ്മൾ എഴുതുന്നത് എന്തൊക്കെ കേസസിലാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് വെച്ചാൽ ഇൻഡൈജഷൻ ശരിക്ക് ദഹിക്കാത്ത കണ്ടീഷനിൽ, ഗ്യാസ്ട്രിക് ഡിസ്കംഫർട്ട് എന്ന് പറഞ്ഞാൽ വയറിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പിന്നെ ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, വിശപ്പില്ലായ്മയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡ്രഗ് എഴുതുന്നുണ്ട്. ഈ കാർമിനേറ്റീവ്സ് ആൻഡ് GI റെഗുലേറ്റേഴ്സ് എഴുതുന്നുണ്ട്. പിന്നെ അതിൽ നമ്മൾ പഠിക്കുന്ന ഡ്രഗ് എന്ന് പറഞ്ഞാൽ കാർഡമമാണ്. കാർഡമമിൻ്റെ സിനോണിം വരുന്നത് കാർഡമം ഫ്രൂട്ട്, കാർഡമം സീഡ്സ് ആണ് ഇതിൻ്റെ സിനോണിം വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. ബയോളജിക്കൽ സോഴ്സിൽ വരുന്നത് ഡ്രൈഡ് റൈപ്പ് ഫ്രൂട്ട്സ് ഓഫ് ഇലിറ്റാറിയ കാർഡമം. ഇലിറ്റാറിയ കാർഡമം എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയിലുണ്ടാവുന്ന അതിൻ്റെ ഫ്രൂട്ട് നമ്മൾ റൈപ്പ് ഫ്രൂട്ട് നമ്മൾ ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫാമിലി വരുന്നത് സിഞ്ചിബെറാസിയാണ്. കാർഡമമിൻ്റെ ഇലിറ്റാറിയ കാർഡമം എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ ഫ്രൂട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഉണക്കിയിട്ടാണ് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ ഫാമിലി വരുന്നത് സിഞ്ചിബെറാസിയാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഇതിൻ്റെ കളർ വരുന്നത് ഗ്രീൻ ഓർ പെയിൽ പഫ് കളറാണ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? സൾഫർ ഡയോക്സൈഡിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചേഞ്ചസ് ടു വൈറ്റ് കളറായിട്ട് മാറുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ആരോമാറ്റിക് ആണ്, അഗ്രിയബിൾ ആണ്, നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. പ്ലസന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന മണം തന്നെയാണുള്ളത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി ആരോമാറ്റിക് ആണ്. നല്ല മണമുണ്ട്. പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? കാർഡമം ഫ്രൂട്ട്സിൻ്റെ ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത് ഏകദേശം 2 സെൻറ്റിമീറ്റർ വരെയാണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഓവോയിഡ് അല്ലെങ്കിൽ ഒബ്ലോങ് ഷേപ്പാണ് വരുന്നത്. പ്ലംബ് ഒന്നും വേണ്ട. പിന്നെന്താണ്? 3 സൈഡ് ഉണ്ട് അല്ലേ, സ്മൂത്ത് ആണ്. ലോഞ്ചിറ്റ്യൂഡിൻ്റെ സൈഡ് സർഫസസ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. വോളട്ടൈൽ ഓയിൽ വരുന്നുണ്ട്, യൂക്കാലിപ്റ്റസ് ഓയിൽ വരുന്നുണ്ട്. വോളട്ടൈൽ ഓയിൽ, യൂക്കാലിപ്റ്റസ് ഓയിൽ, പിന്നെന്താണ്? അസറ്റേറ്റ്, ബോർണിയോൾ, ടെർപ്പനീൻ വരുന്നുണ്ട്. ഫിക്സ്ഡ് ഓയിൽ വരുന്നുണ്ട്, സ്റ്റാർച്ച് വരുന്നുണ്ട്, പ്രോട്ടീൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ യൂസസ് പറയുന്നത് ആരോമാറ്റിക്. ഒരുവിധമൊക്കെ എല്ലാത്തിലും യൂസസ് ശരി ഒരേപോലെയാണ് അല്ലേ. ആരോമാറ്റിക് ആണ്, കാർമിനേറ്റീവ് ആണ്, സ്റ്റിമുലൻ്റ് ആണ്, ഫ്ലേവറിങ് ഏജന്റ് ആണ്. പിന്നെന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് കോമ്പൗണ്ട് ടിഞ്ചറിൻ്റെ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഡ്രഗ് എന്ന് പറയുന്നത് കൊറിയാണ്ടർ ആണ്. കൊറിയാണ്ടറിൻ്റെ സിനോണിം പറയുന്നത് കൊറിയാണ്ടർ ഫ്രൂട്ട് ആണ്. ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് കൊറിയാണ്ടർ സാറ്റൈവ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ഫ്രൂട്ട് നമ്മൾ റൈപ്പ് ഫ്രൂട്ട് എന്ന് പറയുന്ന പാകമായ ഫ്രൂട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫാമിലി വരുന്നത് അമ്പലിഫറയാണ്. കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്ന വോളട്ടൈൽ ഓയിൽ വരുന്നുണ്ട്, ഫിക്സ്ഡ് ഓയിൽ വരുന്നുണ്ട്, പ്രോട്ടീൻസ് കൊറിയാൻഡ്രോൾ, ബോർണിയോൾ, ജെറാനിയോൾ, പൈനീൻ, വൈറ്റമിൻ എ ഒക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഇതിൻ്റെ കളർ വരുന്നത് യെല്ലോയിഷ് ബ്രൗൺ ടു ബ്രൗൺ കളറാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ ആരോമാറ്റിക് ആണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പൈസി ആണ്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സൈസ് പറയുന്നത് 2 മുതൽ 4 മില്ലിമീറ്റർ വരെ അതിൻ്റെ ഡയമീറ്റർ വരുന്നുണ്ട്. നീളം എന്ന് പറയുന്നത് 4 മുതൽ 8 മില്ലിമീറ്റർ വരെ അതിൻ്റെ ലെങ്ത് വരുന്നുണ്ട്. ഷേപ്പ് എന്ന് പറയുന്നത് കൊറിയാണ്ടർ എന്ന് പറയുന്നത് സബ് ഗ്ലോബുലർ ക്രെമോകാർപ്പസ് ആണ് അതിൻ്റെ ഷേപ്പ് വരുന്നത്. ഇത് ആരോമാറ്റിക് ആണ്, നല്ല സ്മെല്ലുണ്ട്. കാർമിനേറ്റീവ് ആണ്, സ്റ്റിമുലൻ്റ് ആണ്, ഫ്ലേവറിങ് ഏജന്റ് ആണ്. പിന്നെന്താണ്? പർഗേറ്റീവ് ആണ്. പർഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ശോധനയ്ക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട്. അതായത് വയറിൻ്റെ കുളത്തിപ്പിടുത്തം മാറ്റിയിട്ട് വയറിൻ്റെ ശോധനയ്ക്ക് വേണ്ടിയിട്ട് മോഷൻ പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഡ്രഗ് ഫെന്നലാണ്. ഫെന്നലിൻ്റെ സിനോണിം വരുന്നത് ഫെന്നൽ ഫ്രൂട്ട്, ഫെക്ടസ് വോണിക്കുലം എന്നാണ്.
ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ഫെനൽ കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ഫ്രൂട്ട് ഓഫ് ഡ്രൈഡ് റൈപ്പ് ഫ്രൂട്ട്സ് ഓഫ് ദി പ്ലാന്റ് നോൺ എസ് ഫോണിക്കുലം വൾഗാരെ. അതായത് ഫോണിക്കുലം വൾഗാരെ ഇനത്തിൽപ്പെട്ട ചെടിയുടെ ഫ്രൂട്ട് കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് മെഡിസിൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് അമ്പലിഫറയാണ്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിൽ ഇതിന്റെ കളർ വരുന്നത് ഗ്രീൻ ടു യെല്ലോഷ് ബ്രൗൺ കളറാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആരോമാറ്റിക് ആണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി ആരോമാറ്റിക് ആൻഡ് മ്യൂസിലേജിനസ് ടേസ്റ്റ് ആണ് വരുന്നത്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ഓർ സ്ലൈറ്റ്ലി കർവ്ഡ് ആണ് വരുന്നത്. കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത് വോളട്ടൈൽ ഓയിൽ വരുന്നുണ്ട്, പ്രോട്ടീൻസ് വരുന്നുണ്ട്, ഫിക്സ്ഡ് ഓയിൽസ് വരുന്നുണ്ട്, ഫെങ്കോൺ, ഫിനോളിക് ഈതർ, അനിഡോൾ, ഫെലാൻഡ്രിൻ, ലിമോണിൻ, ഇത്രയൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. മീഥൈൽ കാവിക്കോൾ വരുന്നുണ്ട്, അനിസിക് ആൽഡിഹൈഡ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് യൂസസ് ആണ് പറയുന്നത്. കാർമിനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ആരോമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റിമുലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, എക്സ്പെറ്റോറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലേവറിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ജിഞ്ചർ ആണ്. ജിഞ്ചറിന്റെ സിനോണിം വരുന്നത് സിഞ്ചിബർ, സിഞ്ചിബറിസ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബയോളജിക്കൽ സോഴ്സ് ആണ്. ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് സിഞ്ചിബർ ഒഫിഷ്യനാലെ എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ റൈസോംസ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന് ഫാമിലി വരുന്നത് സിഞ്ചിബറാസി ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഇതിന്റെ കളർ വരുന്നത് എക്സ്റ്റേണലി ബഫ് കളറാണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആരോമാറ്റിക് സ്മെൽ തന്നെയാണുള്ളത്. അഗ്രിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന യോജിക്കാൻ പറ്റുന്ന എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അഗ്രിയബിൾ എന്ന് പറഞ്ഞാൽ യോജിക്കാൻ പറ്റുന്ന, പഞ്ചൻ എന്ന് പറഞ്ഞാൽ കുത്തുന്ന സ്മെല്ലാണുള്ളത്, ടേസ്റ്റ് ആണുള്ളത്. നെക്സ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ എന്താ റൈസോംസ്, ജിൻഡറിന്റെ റൈസോംസ് പറയുന്നത് 5 മുതൽ 15 ഇൻറ്റു പിന്നെ 1.5 തൊട്ടിട്ട് 6.5 സെന്റിമീറ്റർ വരെയാണ് അതിന്റെ സൈസ് വരുന്നത്. ഇതിന്റെ റൈസോംസിന്റെ ഷേപ്പ് വരുന്നത് ലാറ്ററലി കംപ്രസ്ഡ് ബിയറിംഗ് ഷോർട്ട് ഫ്ലാറ്റ്സ് ഉണ്ട്, ഓവേറ്റ് ആൻഡ് ഓബ്ലിക് ബ്രാഞ്ചസ് ഉണ്ട്. അതിന് ഇതിന് ബ്രാഞ്ചസ് ഉണ്ട്. അതിന് തുമ്പ് ഫ്ലാറ്റ് ആയി പരന്നിട്ടാണ് കാണപ്പെടുന്നത്. ഓവേറ്റ് ഷേപ്പിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഫ്രാക്ചർ നമുക്ക് പഠിക്കാനില്ല. നെക്സ്റ്റ് നമ്മൾ കെമിക്കൽ കോൺസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. വോളട്ടൈൽ ഓയിൽ ഉണ്ട്, സ്റ്റാർച്ച് ഉണ്ട്, സിഞ്ചിബറിനുണ്ട്, ജിഞ്ചറോൾ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ യൂസസ് ആണ് പറയുന്നത്. സ്റ്റൊമാറ്റിക് ആണ്, ആരോമാറ്റിക് ആണ്. സ്റ്റൊമാറ്റിക് എന്ന് പറഞ്ഞാൽ വയറുവേദനയ്ക്കാണ് അല്ലെ. ആരോമാറ്റിക് സ്മെല്ലിനെ, കാർമിനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഫ്ലേവറിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ സ്മെല്ലിന് വേണ്ടിയിട്ട്. പിന്നെ എന്താണ് മൗത്ത് വാഷിലും ജിഞ്ചർ ബീവറേജസിലും ലിക്വേഴ്സിലും ഒക്കെ നമ്മൾ ഇതിന്റെ ജിഞ്ചറിന്റെ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിന്നമൺ ആണ്. സിന്നമണിന്റെ സിനോണിം വരുന്നത് സിന്നമൺ ബാർക്ക് അല്ലെങ്കിൽ സൈലോൺ സിന്നമൺ എന്നാണ്. ഓക്കെ, സിലോൺ സിന്നമൺ. ഓക്കെ, ബയോളജിക്കൽ സോഴ്സ് വരുന്നത് സിന്നമൺ കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ഇന്നർ ബാർക്ക് ഓഫ് സിന്നമോമം സൈലാനിക്കം. അതായത് വെറൈറ്റിയുടെ പേര് വരുന്നത് സിന്നമോമം സൈലാനിക്കം എന്ന വെറൈറ്റി ചെടിയുടെ ഇന്നർ ബാർക്ക് കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് ലൊറാസിയാണ് ഫാമിലി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് ഡൾ യെല്ലോയിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. ഇന്നർ സർഫസ് ആണെങ്കിൽ ഡാർക്ക് യെല്ലോയിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. ഡാർക്ക് യെല്ലോയിഷ് ബ്രൗൺ കളറാണ് ഇന്നർ സർഫസ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലുണ്ട്, ആരോമാറ്റിക് ആണ്, സ്വീറ്റ് ടേസ്റ്റ് ഉണ്ട്. പിന്നെന്താണ് ഫോളോഡ് ബൈ വാം സെൻസേഷൻ. ഇത്തിരി ഒരു എരിവുള്ള പോലത്തെ ഒരു ടേസ്റ്റ് ആണുള്ളത്, ഓർഡർ ആണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൗണ്ട് ഇൻ ദ ഫോം ഓഫ് കോമ്പൗണ്ട് കിൽസ്. അതായത് നമ്മൾ കാണില്ലേ ഇങ്ങനെ എന്താ പറയുക റൗണ്ടിനെ ചുരുങ്ങിയിട്ട് കാണില്ലേ, അതതിനെ കുലിക്യുൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതതിന്റെ ഷേപ്പാണ് പറയുന്നത്. സൈസ് എന്ന് പറയുന്നത് ഏകദേശം 1 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. 1 സെന്റിമീറ്റർ ഇതിന്റെ ഡയമീറ്റർ വരുന്നുണ്ട്. സ്ട്രക്ചർ വേണ്ട. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. വോളട്ടൈൽ ഓയിൽ വരുന്നുണ്ട്, ടാനിൻസ് വരുന്നുണ്ട്, കാൽഷ്യം ഓക്സലേറ്റ് വരുന്നുണ്ട്, മാനിറ്റോൾ വരുന്നുണ്ട്, സിന്നമാൽഡിഹൈഡ്, യൂജിനോൾ, ബെൻസാൽഡിഹൈഡ്, പിന്നെന്താണ് പിന്നെ ഫെല്ലാൻഡ്രിൻ. ഓക്കെ, ഫെല്ലാൻഡ്രിൻ വരുന്നുണ്ട്, ക്യുമിനാൽഡിഹൈഡ് വരുന്നുണ്ട്, പൈനിൻ വരുന്നുണ്ട്, സൈമീൻ വരുന്നുണ്ട്, കാരിയോഫൈലിൻ വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ യൂസസ് ആണ് പറയുന്നത്. കാർമിനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റൊമാറ്റിക് എന്ന് പറഞ്ഞാൽ വയറുവേദനയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആസ്ട്രിജന്റ് ആയിട്ട് ഫ്ലേവറിംഗ് ഏജന്റ്, സ്റ്റിമുലന്റ്, ആരോമാറ്റിക്, ആന്റിസെപ്റ്റിക്. പിന്നെന്താണ് നമ്മൾ ക്യാൻഡീസും മിഠായികളും ഡെന്റിഫ്രൈസസും പെർഫ്യൂംസും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഡ്രഗ് എന്ന് പറയുന്നത് നട്ട്മെഗ് ആണ്. നട്ട്മെഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ജാതിയാണ്. ജാതിയുടെ സിനോണിം വരുന്നത് മിരിസ്റ്റിക്ക, ജയ്ഫാൽ എന്നാണ്. 2 സിനോണിം വരുന്നുണ്ട്. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് നട്ട്മെഗ് കൺസിസ്റ്റ് ഓഫ് ദി ഡ്രൈഡ് കേണൽസ് ഓഫ് ദി സീഡ്സ് ഓഫ് മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് ബിലോങ് ടു ദി ഫാമിലി മിരിസ്റ്റിക്കാസിയേ. അതായത് എന്താണ് മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് എന്ന വെറൈറ്റി ചെടിയുടെ സീഡ്സിന്റെ കേണൽസ് ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് മിരിസ്റ്റിക്കാസിയാണ് ഫാമിലി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഇതിന്റെ കളർ വരുന്നത് പുറമെ എന്താണ് കായിന്റെ കേണൽസ് ഗ്രീൻ കളറിലാണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി ആരോമാറ്റിക് ആണ്, നല്ല സ്മെല്ലുണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചന്റ് ആൻഡ് ആരോമാറ്റിക് ആണ്. പഞ്ചന്റ് എന്ന് പറഞ്ഞാൽ കുത്തണ ടേസ്റ്റ് ആണ്, ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ സ്മെല്ലുണ്ട് എന്നുള്ള അർത്ഥം. സൈസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കേണൽസ് ഏകദേശം 20 മുതൽ 30 മില്ലിമീറ്റർ വരെ ലെങ്ത് വരുന്നുണ്ട്. ഇതിന്റെ വിഡ്ത്ത് വരുന്നത് 20 മില്ലിമീറ്റർ വരെയാണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ എലിപ്സോയിഡലാണ് വരുന്നത്.
കെമിക്കൽ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വോളട്ടൈൽ ഓയിൽ വരുന്നുണ്ട്, മിരിസ്റ്റിസിൻ വരുന്നുണ്ട്, എലിമിസിൻ വരുന്നുണ്ട്, സാഫ്രോൾ വരുന്നുണ്ട്, പാൽമെറ്റിക് ആസിഡ്, ഒലീക് ആസിഡ്, നട്ട്മെഗ് ബട്ടർ, സ്റ്റാർച്ച്, ജെറാനിയോള്, ടർപ്പിനിയോള്, ക്യാംഫീൻ ഒക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആരോമാറ്റിക് ആണ്, സ്റ്റിമുലന്റ് ആണ്, കാർമിനേറ്റീവ് ആണ്, ഫ്ലേവറിംഗ് ഏജന്റ് ആണ്, സോപ്പ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ എന്താണ് ഇതിന്റെ നട്ട്മെഗിന്റെ വോളട്ടൈൽ ഓയിലും ഫാറ്റൊക്കെ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. റൊമാറ്റിസത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. റൊമാറ്റിസം എന്ന് പറഞ്ഞാൽ വാദമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്ലോവ് ആണ്. ക്ലോവിന്റെ സിനോണിം വരുന്നത് കാരിയോഫൈലം, ക്ലോവ് ഫ്ലവർ ആണ്. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് യൂജനിയ കാരിയോഫൈലം എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ ഫ്ലവർ ബഡ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് മെഡിസിൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫാമിലി വരുന്നത് മിർട്ടാസിയാണ് ഫാമിലി വരുന്നത്. ഇതിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ്, ഇതിന്റെ കളർ എന്ന് പറയുന്നത് ബ്രൗൺ കളറാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ആരോമാറ്റിക് ആണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പഞ്ചന്റ് ആൻഡ് ആരോമാറ്റിക് ആണ്. ഓക്കെ, ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 4 മുതൽ 17 മില്ലിമീറ്റർ വരെ ഇതിന്റെ നീളം വരുന്നുണ്ട്. വീതി എന്ന് പറയുന്നത് 4 മില്ലിമീറ്റർ വരെയാണ് ഇതിന്റെ വീതി വരുന്നത്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഹൈപ്പാന്തിയാണ് വരുന്നത്. കെമിക്കൽ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വോളട്ടൈൽ ഓയിൽ വരുന്നുണ്ട്, ടാനിൻ വരുന്നുണ്ട്, റെസിൻ വരുന്നുണ്ട്, ക്രോമോൺ എന്താണ് ക്രോമോൺ വരുന്നുണ്ട്, യൂജൻ വരുന്നുണ്ട്, യൂജിനോൾ പിന്നെന്താ പറയുന്നത് യൂജിനോൾ പിന്നെന്താണ് മീഥൈൽ അമൈൽ കീറ്റോൺ വരുന്നുണ്ട്, കാരിയോഫൈലിൻസ് വരുന്നുണ്ട്, എസ്റ്റേഴ്സ് വരുന്നുണ്ട്, ആൽക്കഹോൾസ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതിന്റെ യൂസസ് ആണ് പറയുന്നത്. ഡെന്റൽ അനാലിസിസ് വരുന്നുണ്ട്, കാർമിനേറ്റീവ് വരുന്നുണ്ട്, സ്റ്റിമുലന്റ് വരുന്നുണ്ട്, ഫ്ലേവറിംഗ് ഏജന്റ് വരുന്നുണ്ട്, ആരോമാറ്റിക് വരുന്നുണ്ട്, ആന്റിസെപ്റ്റിക്സ് വരുന്നുണ്ട്. പിന്നെ ഈ ക്ലോവ്സിന്റെ ഓയിലൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ എക്സോസ്റ്റഡ് ക്ലോവ് ഉണ്ടായിരിക്കും, അത് സിഗരറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മുടെ എൻസൈം എന്ന ചാപ്റ്റർ ആണ്. എൻസൈം ഓക്കെ, വാട്ട് ഈസ് ദ സബ്സ്റ്റൻസ് a substance procured by a living organism which act as a catalyst to bring about specific biochemical reaction. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ബയോകെമിക്കൽ റിയാക്ഷൻ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് എൻസൈംസ് എന്ന് പറയുന്നത് അല്ലേ. നമുക്കിവിടെ പപ്പായ എന്ന് പറഞ്ഞാൽ പപ്പായനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പപ്പായയിലുള്ള എൻസൈമാണ് പപ്പായ എന്ന് പറയുന്നത്. ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ഇറ്റ് ഈസ് കൾട്ടിവേറ്റഡ് ഫ്രൂട്ടിംഗ് കൾട്ടിവേറ്റഡ് ഫ്രൂട്ടിംഗ് ട്രീ നോൺ ആസ് കാരിക്ക പപ്പായ എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ ഫ്രൂട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് പപ്പായ എന്നാണ് എൻസൈമിന് എടുക്കുന്നത് അല്ലേ. അതിന്റെ ഫാമിലി വരുന്നത് കാരിക്കാസിയാണ് ഫാമിലി വരുന്നത്. ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ പപ്പായ എന്ന് പറയുന്നത് ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ വൈറ്റ് കളറുള്ള അമോർഫസ് പൗഡർ ആയിട്ടാണ് കിട്ടുന്നത്. അതാണ് പറയുന്നത് പപ്പായിൻ ഈസ് അവൈലബിൾ. പപ്പായിൻ കാണപ്പെടുന്നത് എന്ത് കളറിലാണ്? ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ വൈറ്റ് കളേർഡ് അമോർഫസ് പൗഡർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ഒരു ടിപ്പിക്കൽ ഓർഡറും ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇറ്റ് ഷോസ് മാക്സിമം പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി. ഇതിന്റെ മാക്സിമം പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി ഇത് കാണിക്കുന്ന pH എന്ന് പറയുന്നത് pH 5 മുതൽ 6.1 വരെയാണ് ഇതിന്റെ മാക്സിമം പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി ഇത് കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റന്റ് പറയുന്നത് പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ഉണ്ട്, പപ്പായനുണ്ട്, കൈമോ പപ്പായനൊക്കെ ഉണ്ട്. ഇതാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ യൂസസ് ആണ് പറയുന്നത്. ബീവറേജസ് ഒക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞാൽ ബീവറേജസ് ക്ലിയർ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എംപ്ലോയിഡ് ഇൻ ചീസ് മാനുഫാക്ചർ, ചീസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലെതർ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പെർഫ്യൂംസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. 19ാമത്തെ ചാപ്റ്റർ ആണ് പെർഫ്യൂംസ് എന്ന് പറയുന്നത്. പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഫ്രാഗ്രന്റ് ലിക്വിഡ് ആണ്. ടിപ്പിക്കലി മെയ്ഡ് ഫ്രം എസെൻഷ്യൽ ഓയിൽ എക്സ്ട്രാക്റ്റഡ് ഫ്രം ഫ്ലവേഴ്സ് ആൻഡ് സ്പൈസസ് യൂസ് ടു ഗീവ് പ്ലസന്റ് സ്മെൽ ടു വൺസ് ബോഡി. അതായത് നല്ല ഈ പെർഫ്യൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഫ്ലവേഴ്സ് നമ്മൾ ചെടികളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് അല്ലേ.
അതായത് ഇത് നമുക്ക് സുഗന്ധം തരുന്നുണ്ട് നമ്മുടെ ബോഡിക്കായാലും പ്ലസന്റ് സ്മെൽ ടു വൺസ് ബോഡി, നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്മെല്ല് തരുന്നത് തന്നെ, ഫ്രാഗ്രൻസ് തരുന്നത് തന്നെ ആരാണ്? പെർഫ്യൂംസ് ആണ് അല്ലേ? പെർഫ്യൂംസ് ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ്സ് നിന്ന് ഫോം ചെയ്തിരിക്കുന്ന, നമ്മൾ പ്ലാന്റ്സ് നിന്ന് ഉണ്ടായിരിക്കുന്ന പെർഫ്യൂംസ് ആണെങ്കിൽ അത് എന്തെന്ന് അറിയപ്പെടുന്നത്? വോളട്ടൈൽ ഓയിൽ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? വോളട്ടൈൽ ഓയിൽ തന്നെയാണ് എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ എത്രിയൽ ഓയിൽസ് എന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ? എസെൻഷ്യൽ ഓയിൽ, വോളട്ടൈൽ ഓയിലിനെ നമ്മൾ എന്താ പറയുന്നത്? എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ എത്രിയൽ ഓയിൽ എന്ന് പറയുന്നുണ്ട്. എത്രിയൽ ഓയിൽ എന്ന് പറയുന്നത്. ദേ ആർ കളക്റ്റഡ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി പ്ലാന്റ്. ഈ എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ എത്രിയൽ ഓയിൽ അല്ലെങ്കിൽ വോളട്ടൈൽ ഓയിൽ നമ്മൾ ചെടിയുടെ വേരിയസ് പാർട്സ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് സ്പെഷ്യലി ഫ്ലവേഴ്സ്, നമ്മൾ സ്പെഷ്യലി ആയിട്ട് ഫ്ലവേഴ്സ് എന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് അല്ലേ? ദേ ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം അപ്ലൈയിങ് വിവിധതരം ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വോളട്ടൈൽ ഓയിൽ നമ്മൾ ചെടികളിൽ നിന്നും കളക്ട് ചെയ്യുന്നത്. ഏതൊക്കെ പ്രോസസ്സ് വെച്ചിട്ടാണ്? സ്റ്റീം ഇൻസ്റ്റിലേഷൻ, സോൾവെന്റ് എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ എൻഫ്ലൂറേജ് എന്ന് പറഞ്ഞ ടെക്നിക്ക്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെടികളിൽ നിന്നും ഈ വോളട്ടൈൽ ഓയിൽ കളക്ട് ചെയ്യുന്നത്. പെർഫ്യൂംസ് ആർ ഓൾസോ ഒബ്റ്റെയിൻഡ് ഫ്രം സർട്ടൈൻ അനിമൽസ്, ചെടികളിൽ നിന്ന് മാത്രമല്ല ചില അനിമൽസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പെർഫ്യൂംസ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പെപ്പർമിന്റ് ഓയിലാണ്. പെപ്പർമിന്റ് ഓയിലിന്റെ സിനോണിം വരുന്നത് ഒളിയം മെന്ത പൈപ്പറിറ്റി ആണ്. ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് വരുന്നത് പെപ്പർമിന്റ് ഓയിൽ എന്ന് പറയുന്നത് വോളട്ടൈൽ ഓയിലാണ്. നമുക്കത് കിട്ടുന്നത് സ്റ്റീം ഡിസ്റ്റേഷൻ വഴിയാണ്. ഫ്ലവറിംഗ് ടോപ്സ് ഓഫ് ദി പ്ലാന്റിന്റെ ഫ്ലവറിംഗ് ടോപ്സ് നമ്മൾ ഡിസ്റ്റിൽ ചെയ്യും. എന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പെപ്പർമിന്റ് ഓയിലിന്റെ വോളട്ടൈൽ ഓയിൽ കിട്ടുന്നത്. ഏത് വെറൈറ്റി ചെടിയിൽ നിന്നാണ് നമ്മൾ വോളട്ടൈൽ ഓയിൽ കളക്ട് ചെയ്യുന്നത്? മെന്ത പൈപ്പറിറ്റ, ലിന്നും പിന്നെ മറ്റേ മെന്തയിലെന്നെ ഉൾപ്പെടുന്ന വ്യത്യസ്തതരം സ്പീഷീസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെപ്പർമിന്റ് ഓയിൽ കളക്ട് ചെയ്യുന്നത്. ബിലോങ് ടു ഫാമിലി വരുന്നത് ലെബിയാറ്റിയാണ് ഫാമിലി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതിന്റെ കളറാണ്. കളർ വരുന്നത് കളർലെസ് ഓർ യെല്ലോ ആണ് വരുന്നത്. കളർ എന്ന് പറഞ്ഞാൽ കളർലെസ് ഓർ യെല്ലോ ആണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിൻ്റെതായ സ്മെല്ലുണ്ട്. പെർസെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലുണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ചന്റ് ഫോളോവഡ് ബൈ കൂളിംഗ് സെൻസേഷൻ. പഞ്ചന്റ് എന്ന് പറഞ്ഞാൽ കുത്തണ മണാണ് അല്ലേ? കുത്തണ മണാണ്. കൂളിംഗ് സെൻസേഷൻ, ഒരു കൂളിംഗ് സെൻസേഷനും കൂടി അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിക്സ് മിഠായിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല നമുക്കൊരു സുഖം, ഒരു കൂളിംഗ് സെൻസേഷൻ ഇല്ലേ? അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പഞ്ചന്റ് ആണ്, ഒരു കുത്തണ ടേസ്റ്റും ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു കൂളിംഗ് സെൻസേഷനും ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. മെന്തോൾ വരുന്നുണ്ട്, പിന്നെ മെന്തൈൽ അസറ്റേറ്റ് വരുന്നുണ്ട്, ലിമോണിൻ വരുന്നുണ്ട്, ഐസോപുളിഗോൺ, സിനിയോൾ, പൈനീൻ, കാംഫീൻ, ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് ആയിട്ട് വരുന്നത്. യൂസസ് പറയുന്നത് കാർമിനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റിമുലൻ എന്ന് പറഞ്ഞാൽ ഉത്തേജനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കൗണ്ടർ ഇറിറ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലേവറിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മൈൽഡ് ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ടൂത്ത് പേസ്റ്റിനും ടൂത്ത് പൗഡറിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഷേവിങ് ക്രീമിന് വേണ്ടി ഷേവിങ് ക്രീംസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ടുബാക്കോ, ബെറ്റൽ നട്ട്, സിഗരറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? നമ്മുടെ കോസ്മെറ്റിക് പ്രിപ്പറേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെന്താണ്? കൺസ്യൂമഡ് ഇൻ ദ പ്രിപ്പറേഷൻസ്, ചൂയിങ് ഗമ്മില്, കാൻഡീസിൽ, ജെല്ലീസിൽ, പെർഫ്യൂംസിൽ, എസൻസിലൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാനുള്ളത്, നമുക്ക് പെപ്പർമിന്റ് ഓയിൽ കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് നമ്മൾ പറയാനുള്ളത് ലെമൺ ഓയിലാണ് കേട്ടോ. ലെമൺ ഓയിലിന്റെ സിനോണിം എന്ന് പറയുന്നത് ലെമൺ ഓയിൽ തന്നെയാണ് കേട്ടോ, വേറെ പേരൊന്നുമില്ല. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ലെമൺ ഓയിൽ എന്ന് പറയുന്നത് വോളട്ടൈൽ ഓയിലാണ്. നമുക്കത് എക്സ്പ്രഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ ഈ ലെമൺ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. എവിടെ നിന്നാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് ഒന്നും അപ്ലൈ ചെയ്യാണ്ട് നമ്മുടെ ലെമണിന്റെ ഫ്രഷ് പീൽ ഓഫ് ദ റൈപ്പ് ഓർ നിയർലി റൈപ്പ് ഫ്രൂട്ട്സ് ഓഫ് സിട്രസ് ലിമോണീസ് എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ നമ്മുടെ പാകമാകാറായതോ ആയ ലെമണിന്റെ പീലിൽ നിന്നാണ് നമ്മൾ എക്സ്പ്രഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെമൺ ഓയിൽ കളക്ട് ചെയ്യുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് റുട്ടാസിയാണ് ഫാമിലി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിന്റെ കളർ വരുന്നത് പെയിൽ യെല്ലോ അല്ലെങ്കിൽ ഗ്രീനിഷ് യെല്ലോ ലിക്വിഡ് ആണ് വരുന്നത്. ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ റെമിനിസെന്റ് ഓഫ് ലെമണിന്റെ പോലെ തന്നെയാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരോമാറ്റിക് ആണ്. ഓക്കെ. നല്ല സ്മെല്ലുണ്ട്. ഓക്കെ. സോലബിലിറ്റി നമുക്ക് വേണ്ട. നെക്സ്റ്റ് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് പറയുന്നത്. ടെർപ്പീൻസ് വരുന്നുണ്ട്, ലിമോണിൻ വരുന്നുണ്ട്, പിന്നെ സിട്രാൽ വരുന്നുണ്ട്, സിട്രോണൽ. ഓക്കെ. ലിമോണിൻ എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് കെമിക്കൽ കോൺസ്റ്റൻസിൽ. ടെർപ്പീൻസ് വരുന്നുണ്ട്, ലിമോണിൻ അല്ലേ? ലിമോൺ, സിട്രാൽ, സിട്രോണല്ല. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഫ്ലേവറിംഗ് ഏജന്റ് ആണ്. കെമിക്കൽ കോൺസ്റ്റൻസിലെ ടെർപ്പീൻസ്, ലിമോണിൻ അല്ലേ? ലിമോണിൻ, സിട്രാൽ, സിട്രോണല്ല. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഫ്ലേവറിംഗ് ഏജന്റ്. ഇതിന്റെ യൂസസ് ആണ് പറയുന്നത്. ഫ്ലേവറിംഗ് ഏജന്റ് പെർഫ്യൂമറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്?
ടെർപ്പീൻലെസ് ആയിട്ടുള്ള ലെമൺ ഓയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലെമൺ ഗ്രാസ് ഓയിലാണ്. ലെമൺ ഗ്രാസ് ഓയിലിൻ്റെ സിനോണിം പറയുന്നത് ഈസ്റ്റ് ഇന്ത്യൻ ലെമൺ ഗ്രാസ് ഓയിൽ എന്നാണ് ഇതിൻ്റെ സിനോണിം പറയുന്നത്. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ലെമൺ ഗ്രാസ് ഓയിൽ എന്ന് പറയുന്നത് വോളട്ടൈൽ ഓയിലാണ്. നമുക്കത് ഏത് മെത്തേഡ് വെച്ചിട്ടാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ് നമ്മൾ ലെമൺ ഗ്രാസ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അത് എവിടെ നിന്നാണ്? ഫ്രം ദ ലീവ്സ് ആൻഡ് ഏരിയൽ പാർട്സ് ഓഫ് ദി പ്ലാന്റ്സ്. എന്താണ്? സിംബോപോഗൻ ഫ്ലക്സുവസസ് ആൻഡ് സിംബോപോഗൻ സിട്രേറ്റ്സ്. അങ്ങനെ സിംബോപോഗൻ എന്താണ്? സിംബോപോഗൻ ഫ്ലക്സുവസസ് ആൻഡ് സിംബോപോഗൻ സിട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 വെറൈറ്റി ചെടി ഇനത്തിൽപ്പെട്ട ചെടിയുടെ ലീവ്സിനും ലീവ്സിന്റെ അനുബന്ധ ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ് നമ്മൾ ലെമൺ ഗ്രാസ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ബിലോങ്ങിങ് ടു ദി ഫാമിലി വരുന്നത് ഗ്രാമിനെയാണ് ഫാമിലി വരുന്നത്. ഓക്കെ, അതായത് ലെമൺ ഗ്രാസ് ഓയിലിന്റെ സിനോണിം വരുന്നത് ഈസ്റ്റ് ഇന്ത്യൻ ലെമൺ ഗ്രാസ് ഓയിൽ എന്നാണ് സിനോണിം വരുന്നത്. ബയോളജിക്കൽ സോഴ്സിൽ വരുന്നത് ലെമൺ ഗ്രാസ് ഓയിൽ എന്ന് പറയുന്നത് വോളട്ടൈൽ ഓയിലാണ്. നമുക്കത് ഏത് വഴിയാണ് കിട്ടുന്നത്? വോളട്ടൈൽ ഓയിലാണ് നമുക്ക് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ് കിട്ടുന്നത്. എന്തിനാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്യുന്നത്? അതായത് സിംബോപോഗൻ ഫ്ലക്സുവസസ് ആൻഡ് സിംബോപോഗൻ സിട്രേറ്റ്സ് എന്ന് പറഞ്ഞ 2 വെറൈറ്റി ചെടിയുടെ അതിന്റെ ലീവ്സിൽ നിന്നും ലീവ്സിന്റെ ഏരിയൽ പാർട്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഈ വോളട്ടൈൽ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ബിലോങ്ങിങ് ടു ദി ഫാമിലി വരുന്നത് ഗ്രാമിനെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. ഇതിന്റെ കളർ എന്ന് പറയുന്നത് യെല്ലോയിഷ് ബ്രൗൺ ലിക്വിഡ് ആണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ലെമൺ ഓയിലിന്റെ പോലെ തന്നെയാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമിലാർ ടു ലെമണിന്റെ പോലെ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റും വരുന്നത്. സോളിബിലിറ്റി നമുക്ക് പഠിക്കാനില്ല. ഇതിന്റെ യൂസസ് എന്ന് പറഞ്ഞാൽ ഫ്ലേവറിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പെർഫ്യൂമറിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മുടെ 20ാമത്തെ ചാപ്റ്റർ ആണ്. ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ആണ് ചാപ്റ്ററിന്റെ പേര് പറയുന്നത് കേട്ടോ. ദ സബ്സ്റ്റൻസ് വിച്ച് ആർ ഓഫ് ലിറ്റിൽ ഓർ നോ തെറാപ്യൂട്ടിക് വാല്യൂ. ഈ സബ്സ്റ്റൻസ് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് ഉണ്ടാവില്ല. ചിലപ്പോൾ ലിറ്റിൽ ആയിട്ടുള്ള ചെറിയ ഏതെങ്കിലും തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ടായിരിക്കും, ചിലപ്പോൾ യാതൊരു തരത്തിലുള്ള തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ടാവില്ല. പക്ഷേങ്കിൽ നമുക്ക് മരുന്നുണ്ട് ഫാർമസ്യൂട്ടിക്കൽ വ്യത്യസ്ത തരത്തിലുള്ള ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെങ്കിൽ മരുന്നുകൾ ഉണ്ടാക്കണം വെച്ചാൽ നമുക്ക് എന്താവശ്യമാണ്? ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് ആവശ്യമാണ്. ഓക്കെ, ഫാർമസ്യൂട്ടിക്കൽ എയ്ഡിന്റെ വേറൊരു പേരാണ് ഫാർമസ്യൂട്ടിക്കൽ നെസസിറ്റീസ് എന്ന് പറയുന്നത്. ഫാർമസ്യൂട്ടിക്കൽ എയ്ഡിന്റെ ക്ലാസിഫിക്കേഷൻസും അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽ എയ്ഡിന്റെ ക്ലാസ് എന്ന് പറയുന്നത് കളറിംഗ് ഏജന്റ്, ഫ്ലേവറിംഗ് ഏജന്റ്, ലൂബ്രിക്കൻസ്, ഓയിൻമെന്റ്, ബേസസ്, സ്വീറ്റനിങ് ഏജൻസ് ഏതൊക്കെയാണെന്ന് പറയുന്നത് കളേഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടർമറിക്, സാഫ്രോൺ, ഇൻഡിഗോ ഒക്കെ കളറിംഗ് ഏജന്റ് ആണ്. ഫ്ലേവറിംഗ് ഏജന്റ് എന്ന് പറയുന്നത് ഓറഞ്ച് പീൽ, നട്ട്മെഗ്, റോസ് ഒക്കെയാണ് ഫ്ലേവറിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ലൂബ്രിക്കൻസ് പറഞ്ഞാൽ ടാൽക്ക്, കൊക്ക ബട്ടർ, മെഗ്നീഷ്യം, സിയറേറ്റ് ഒക്കെയാണ് ലൂബ്രിക്കൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓയിൻമെന്റ് ബേസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബീസ്വാക്സ്, പാരഫിൻ, ഗ്ലിസറിൻ ഒക്കെയാണ് ഓയിൻമെന്റ് ബേസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സ്വീറ്റനിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്ലൈസറൈസ്, ഹണി, സോർബിറ്റോൾ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് നമ്മൾ പറയുന്ന ഡ്രഗ് എന്ന് പറയുന്നത് അക്കേഷ്യ. അക്കേഷ്യ എന്ന് പറഞ്ഞാൽ അക്കേഷ്യയുടെ സിനോണിം പറയുന്നത് ഗം അക്കേഷ്യ, ഗം അറാബിക്, അങ്ങനെ 2 സിനോണിം ആണുള്ളത്. അക്കേഷ്യയുടെ വേറെ പേര് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗം എന്നാണ് കേട്ടോ. ഓക്കെ, ഇതിന്റെ സിനോണിം വരുന്നത് ഗം അക്കേഷ്യ, ഗം അറാബിക് ആണ്. പിന്നെ അക്കേഷ്യ നോക്കാം. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ഇന്ത്യൻ ഗം എന്ന് പറയുന്നത്, അതായത് അക്കേഷ്യ എന്ന് പറയുന്നത് ഈസ് എ ഡ്രൈഡ് ഗമ്മി എക്സുറേഷൻ ഒബ്റ്റൈൻഡ് ഫ്രം ദ സ്റ്റെം ആൻഡ് ബ്രാഞ്ചസ് ഓഫ് അക്കേഷ്യ അറാബിക്ക വൈൽഡ്. ഓക്കെ, അക്കേഷ്യ അറാബിക്ക വൈൽഡ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ചെടിയുടെ ബ്രാഞ്ചസ് സ്റ്റെമ്മിൽ നിന്നും. ഓക്കെ, അക്കേഷ്യ അറാബിക്ക വൈൽഡ് എന്ന് പറഞ്ഞ ചെടിയുടെ സ്റ്റെമ്മിൽ നിന്നും ബ്രാഞ്ചസിൽ നിന്നും എക്സുറേഷൻസ് ഗമ്മി എക്സുറേഷൻ കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് ലെഗ്യൂമിനോസിയാണ് ഫാമിലി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ അക്കേഷ്യയുടെ കാണാൻ എങ്ങനെയാണ്, അതിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. ഇതിന്റെ കളർ വരുന്നത് ഇതിന്റെ ടിയേഴ്സ് വരുന്നത് ക്രീം ബ്രൗൺ ടു റെഡ് ഇൻ കളർ ആണ് വരുന്നത്. ഇതിന്റെ വൈൽ പൗഡർ ഈസ് ലൈറ്റ് ബ്രൗൺ ഇൻ കളറാണ്. ഇത് പൗഡർ ഉണക്കിയിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ അതിന്റെ പൗഡർ എന്ന് പറയുന്നത് ലൈറ്റ് ബ്രൗൺ ഇൻ കളറാണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർലെസ് ആണ്, മണമില്ല. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാൻഡ് ആൻഡ് മ്യൂസിലേജിനസ് ആണ്. ഓക്കെ, ബ്ലാൻഡ് ആൻഡ് മ്യൂസിലേജിനസ് ടേസ്റ്റ് ആണ് വരുന്നത്. സൈസും ഷേപ്പ് എന്ന് പറയുന്നത് ഇറഗുലർ ബ്രോക്കൺ ടിയേഴ്സ് ഓഫ് വാരിയിങ് സൈസസ് ആണ്. അതായത് നമ്മളത് അതിന്റെ പശ എടുത്തിട്ട് ഉണക്കിയ കാരണം തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഷേപ്പ് ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. അതാണ് പറയുന്നത് ഇറഗുലർ ബ്രോക്കൺ ടിയേഴ്സ് ഓഫ് വാരിയിങ് സൈസസ് ആണ് പറയുന്നത്.
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. അറാബിയൻ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം സോൾട്ട്, അറാബിക് ആസിഡ്, എൽ റാംനോസ്, ഡി ഗാലക്ടോസ്, ഓക്കെ, ഗ്ലൂക്യൂറോണിക് ആസിഡ്, ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതിന്റെ യൂസസ് ആണ്. ഡെമൾസൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സസ്പെൻഡിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ എമൾസിഫയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെന്താണ് നല്ല ബൈൻഡിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ലോസഞ്ചസിന്റെ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പാസ്റ്റിൽസ്, കംപ്രസ്ഡ് ടാബ്ലറ്റ്സ്, ഓക്കെ, ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ലോസഞ്ചസിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പാസ്റ്റിൽസ്, പിന്നെന്താണ് കംപ്രസ്ഡ് ടാബ്ലറ്റ്സിന്റെ ഒക്കെ പ്രിപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടാബ്ലറ്റ്സിന്റെ വേറെ രൂപമാണ് ഈ പാസ്റ്റിൽസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഹണിയാണ്. ഹണിയുടെ സിനോണിം വരുന്നത് മധു എന്നാണ്. ബയോളജിക്കൽ സോഴ്സ് പറയുകയാണെങ്കിൽ ഹണി ഈസ് ദ ഷുഗർ സെക്രീഷൻ. ഹണി എന്ന് പറയുന്നത് എന്താ, ഒരു ഷുഗർ സെക്രീഷൻ ആണ്. അത് എവിടെ നിന്ന് കിട്ടുന്നത്, ഹണി കോമ്പിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഏത് ബീസിന്റെ, ഏത് വെറൈറ്റി ബീസിന്റെ ആണെന്ന് വെച്ചാൽ അപ്പിസ് മെല്ലിഫറ, അപ്പിസ് ഡോർസേറ്റ, പിന്നെ അപ്പിസിൽ ഉൾപ്പെട്ട വേറെ സ്പീഷീസിന്റെ ഒക്കെ നമ്മൾ അതിന്റെ ഹണി കോമ്പിൽ നിന്നാണ് നമ്മൾ ഈ ഷുഗർ സെക്രീഷൻ കളക്ട് ചെയ്യുന്നത്. ബിലോങ്ങിങ് ടു ദി ഫാമിലി വരുന്നത് അപ്പിഡിയാണ് അതിന്റെ ഫാമിലി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഇതിന്റെ കളർ വരുന്നത് പെയിൽ യെല്ലോ ടു യെല്ലോയിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. ഇതിന്റെ കളർ വരുന്നത് പെയിൽ യെല്ലോ ടു യെല്ലോയിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. ഓക്കെ, ഓർഡർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലസന്റ് ആണ് വരുന്നത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആൻഡ് ഫെയിൻലി ആക്രിഡ് ആണ്. ഓക്കെ, ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്, സ്വീറ്റ്, മധുരമുണ്ട്, പിന്നെ ഫെയിൻലി ചെറിയൊരു മങ്ങിയൊരു കയ്പ്പ് ചെറിയതായിട്ടുള്ളൊരു ആക്രിഡ്, ഒരു ചവർപ്പ് ടേസ്റ്റും ഉണ്ട്. പിന്നെന്താണ് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് പറയുന്നത്. മാൾട്ടോസ് വരുന്നുണ്ട്, ഗം വരുന്നുണ്ട്, പിന്നെ ട്രേസസ് ഓഫ് സക്സിനിക് ആസിഡ് വരുന്നുണ്ട്, അസെറ്റിക് ആസിഡ്, ഡയസ്റ്റേസ്, ട്രേസസ് ഓഫ് വൈറ്റമിൻസ് വരുന്നുണ്ട്, പ്രോട്ടീൻസ് വരുന്നുണ്ട്, പോളൻ ഗ്രെയിൻസ്, ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതിന്റെ യൂസസ് ആണ്. ഡെമൾസൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, സ്വീറ്റനിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഗുഡ് ന്യൂട്രിയന്റ് ആണ്, പിന്നെ ഇൻഫൻസിനും പേഷ്യൻസിലൊക്കെ നല്ലൊരു ന്യൂട്രിയന്റ് ആണ് അല്ലേ. ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ഒക്കെ ആക്ഷൻ തടയാനൊക്കെ വേണ്ടിയിട്ട് ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബേൺസിലും വൂൺസിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ധാരാളം കഫ് മിക്സേഴ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊരു ഇൻഗ്രീഡിയന്റ് ആയിട്ട്, കോമൺ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കഫ് ഡ്രോപ്സിലൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആയുർവേദിക് ഫോർമുലേഷൻസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ക്രീംസും ലോഷൻസും സോഫ്റ്റ് ഡ്രിങ്കും കാൻഡീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതിലൊക്കെയാണ് ക്രീംസും ലോഷൻസും സോഫ്റ്റ് ഡ്രിങ്ക്സും കാൻഡീസും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡ്രഗ് എന്ന് പറയുന്നത് സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ചിന്റെ സിനോണിം പറയുന്നത് അമൈലം എന്നാണ്. സ്റ്റാർച്ചിന്റെ സിനോണിം വരുന്നത് എന്താണ്, അമൈലം എന്നാണ്. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് സ്റ്റാർച്ച് കൺസിസ്റ്റ് ഓഫ് പോളിസാക്കറൈഡ് ഗ്രാന്യൂൾസ് ആണ്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് പോളിസാക്കറൈഡ് ഗ്രാന്യൂൾസ് ആണ്. നമുക്കത് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്, ഗോതമ്പിന്റെയും അരിയുടെയും ചോളത്തിന്റെ ഒക്കെ മണിയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പോളിസാക്കറൈഡ് ഗ്രാന്യൂൾസ് നമുക്ക് കിട്ടുന്നത് അല്ലെ. സ്റ്റാർച്ചിന്റെ പോളിസാക്കറൈഡ് ഗ്രാന്യൂൾസ് കിട്ടുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് ഗ്രാമിനെയാണ് ഫാമിലി വരുന്നത്. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റൈസിൽ നിന്നും, ഓക്കെ, റൈസിൽ നിന്നും മെയ്സിൽ നിന്നും കിട്ടുന്ന സ്റ്റാർച്ച് ഗ്രെയിൻസിന്റെ കളർ വൈറ്റ് ആയിരിക്കും. വീട്ടിൽ നിന്ന് കിട്ടുന്ന ഗ്രെയിൻസിന്റെ കളർ എന്ന് പറയുന്നത് എന്താണ്, ക്രീം കളറാണ്. പൊട്ടറ്റോന്ന് കിട്ടുന്ന ഗ്രെയിൻസിന്റെ കളർ എന്ന് പറയുന്നത്, സ്റ്റാർച്ച് ഗ്രെയിൻസിന്റെ കളർ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി യെല്ലോയിഷ് ആയിരിക്കും. ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർലെസ് ആണ്, പ്രത്യേകിച്ച് മണമൊന്നുമില്ല. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മ്യൂസിലേജിനെസ് ആണ്, പച്ചപ്പുള്ള ടേസ്റ്റ് ആണുള്ളത്. സൈസ് ആൻഡ് ഷേപ്പ് എന്ന് പറയുന്നത് സ്റ്റാർച്ച് ഗ്രെയിൻസ് അതിന്റെ ടൈപ്പ് അനുസരിച്ച് വ്യത്യാസപ്പെടുന്നുണ്ട്. അതിന്റെ ഷേപ്പും സൈസും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. കെമിക്കൽ കോൺസ്റ്റൻസിൽ വരുന്ന അമൈലോസ് വരുന്നുണ്ട്, അമൈലോപെക്റ്റിൻ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതിന്റെ യൂസസ് ആണ്. യൂസസ് വരുന്നത് ഇറ്റ് ഈസ് ന്യൂട്രിറ്റീവ് ആണ്, പോഷകത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഡെമൾസൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൊട്ടക്റ്റീവ്, അബ്സോർബൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഡസ്റ്റിംഗ് ടാൽക്കം പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന ടാൽക്കം പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അയഡിൻ പോയ്സണിങ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ആന്റിഡോട്ട് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്, നമ്മൾ ടാബ്ലറ്റ്സും പിൽസും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഡിസ്ഇൻറ്റഗ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്, സോൾവെന്റ് ഇൻ സോളിഡ് എക്സ്ട്രാക്ട് ഓഫ് ഡ്രഗിന്റെ എന്താണ് സോൾവെന്റ്, ഇത് എന്താ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് സോൾവെന്റ് ഇൻ സോളിഡ് എക്സ്ട്രാക്ട് ഓഫ് ഡ്രഗ്. ഓക്കെ, സോളിഡ്സ് ഡ്രഗ് ഉണ്ടാക്കുമ്പോൾ അതിലൊരു സോൾവെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഇൻ സ്റ്റാർച്ച് യൂസ്ഡ് ഇൻ ഇമോളിയന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സപ്പോസിറ്ററീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊരു ഇമോളിയന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.
പിന്നെന്താണ് സ്റ്റാർച്ച് പിന്നെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് പേപ്പറിൻ്റെ സൈസിങ് കൂട്ടാൻ വേണ്ടി പേപ്പറിൻ്റെയും ക്ലോത്തിൻ്റെ ഒക്കെ സൈസിങ് വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർച്ച് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ട്രഗകാന്താണ്. ട്രഗകാന്തിൻ്റെ സിനോണിം വരുന്നത് ഗം ട്രഗകാന്ത് ട്രഗകാന്തിയാണ്. ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ട്രഗകാന്ത് എന്ന് പറയുന്നത് ഒരു ഡ്രൈഡ് അതായത് ഉണക്കിയ ഗമ്മി എക്സ്പിറേഷൻ ആണ് അല്ലേ. അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അസ്ട്രാഗുലസ് ഗമ്മി ആൻഡ് അതർ സ്പീഷീസ് ഓഫ് അസ്ട്രാഗുലസ് ഗമ്മിയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഈ അസ്ട്രാഗുലസ് ഇനത്തിൽ പെട്ടുന്ന വേറെ സ്പീഷീസിൽ നിന്നും അതിൻ്റെ സ്റ്റെമ്മിൽ നിന്നും ബ്രാഞ്ചസിൽ നിന്നും നമ്മൾ ഇൻസിഷൻസ് ഉണ്ടാക്കിയിട്ട് അതിന് ഗമ്മി എക്സ്പിറേഷൻ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ബിലോങ്ങിങ് ടു ദി ഫാമിലി വരുന്നത് ലെഗ്യൂമിനോസിയാണ് അതിൻ്റെ ഫാമിലി വരുന്നത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് അതിൻ്റെ കളർ വരുന്നത് എന്താണ് വരുന്നത്? ഇതിൻ്റെ ഫ്ലേക്സിൻ്റെ കളർ വരുന്നത് വൈറ്റ് അല്ലെങ്കിൽ പെയിൽ യെല്ലോയിഷ് വൈറ്റ് ആണ് വരുന്നത്. ഓക്കെ, വൈറ്റ് അല്ലെങ്കിൽ പെയിൽ യെല്ലോയിഷ് വൈറ്റ് ആണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർലെസ് ആണ്, പ്രത്യേകിച്ച് മണമൊന്നുമില്ല. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ്ലെസ് ആണ്, പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ല. ഇതിൻ്റെ സൈസ് ആണെങ്കിൽ ഇതിൻ്റെ ഫ്ലേക്സ് ഏകദേശം 25x12 മില്ലിമീറ്റർ വരെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഷേപ്പ് എന്ന് പറയുന്നത് ട്രഗകാന്ത് തിന്നാണ്. ഓക്കെ, തിന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞ പരന്ന റിബണായിട്ടാണ് കാണപ്പെടുന്നത്. കെമിക്കൽ കോൺസ്റ്റൻസ് പറയുന്നത് ട്രഗകാന്തി വരുന്നുണ്ട് ബാസോറിൻ, സ്റ്റാർച്ച്, ട്രഗകാന്തിക് ആസിഡ്. ഓക്കെ, ട്രഗകാന്തിക് ആസിഡ്, ഗാലക്ടൂറോണിക് ആസിഡ് വരുന്നുണ്ട്. ഡി ഗാലക്ടോപൈറനോസ് വരുന്നുണ്ട്. എൽ അറാബിനോ റാംനോസ് വരുന്നുണ്ട്. ഡി സൈലോപൈറനോസ് വരുന്നുണ്ട്. യൂസസ് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഡെമൾസൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് കോസ്മെറ്റിക്സിൽ ഇമോളിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുന്നത് ട്രഗകാന്തി ഈസ് യൂസ്ഡ് ആസ് എ തിക്കനിങ് ഏജൻ്റ്, സസ്പെൻഡിങ് ഏജന്റ്, എമൾസിഫയിങ് ഏജന്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തിക്കനിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ കട്ടി കൂട്ടാൻ വേണ്ടി, സസ്പെൻഡിങ് എമൾസിഫയിങ് ഏജന്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് അക്കേഷ്യ, ഇത് അക്കേഷ്യയുടെ കൂടെയും സസ്പെൻഡിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ് മ്യൂസിലേജ് ഓഫ് ട്രഗകാന്തിൻ്റെ മ്യൂസിലേജ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? അബുണ്ടന്റ് ഏജന്റ് ഇൻ ദ ടാബ്ലറ്റ്സ് ആൻഡ് ഓൾസോ എക്സിപ്പിയൻസ് ഇൻ അതായത് ടാബ്ലറ്റ്സും പിൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ എക്സിപ്പിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ട്രഗകാന്ത് പൗഡർ നമ്മൾ അഡ്ഹസീവും പിന്നെ കാലിക്കോ പ്രിന്റിംഗ് പറഞ്ഞ പ്രിന്റിംഗ് ഉണ്ട്, അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഡ്രഗ് എന്ന് പറയുന്നത് അഗറാണ്. അഗർ എന്ന് പറഞ്ഞാൽ അഗറിന്റെ സിനോണിം വരുന്നത് അഗർ വരുന്നുണ്ട്. ജപ്പാനീസ് ഐസിങ് ഗ്ലാസ് വരുന്നുണ്ട്. അങ്ങനെ 2 പേരാണ് വരുന്നത്. അഗർ വരുന്നുണ്ട്, ജപ്പാനീസ് ഐസിങ് ഗ്ലാസ്. ഓക്കെ, അങ്ങനെ 2 പേരാണ് വരുന്നത്. ബയോളജിക്കൽ സോഴ്സ് നോക്കാം. ഇറ്റ് ഈസ് എ ഡ്രൈഡ് ജെലാറ്റിനസ് സബ്സ്റ്റൻസ്, ഉണങ്ങിയ ഒരു ജെലാറ്റിനസ് സബ്സ്റ്റൻസ് ആണ് ഈ അഗർ എന്ന് പറയുന്നത്. നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ജെലീഡിയം അമാൻസിൽ ആൻഡ് സെവറൽ അതർ സ്പീഷീസ് ഓഫ് റെഡ് ആൽഗെ, അതായത് ജെലീഡിയം അമാൻസിൽ നിന്നും വേറെ ഈ റെഡ് ആൽഗയിൽ പെട്ട സ്പീഷീസ് നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ജെലാറ്റിനസ് സബ്സ്റ്റൻസ് കിട്ടുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് റോഡോഫൈസി ആണ് ഫാമിലി വരുന്നത്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ഇത് കാണാം. ഇതിന്റെ കളർ യെല്ലോയിഷ് ഗ്രേ ഓർ വൈറ്റ് കളറാണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർലെസ് ആണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മ്യൂസിലേജിനസ് ആണ്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ഷീറ്റ്സ് ഏകദേശം 45 മുതൽ 60 സെന്റിമീറ്റർ വരെ നീളം വരുന്നുണ്ട്. വീതി എന്ന് പറയുന്നത് 10 മുതൽ 15 സെന്റിമീറ്റർ വരെയാണ് ഇതിന്റെ വീതി വരുന്നത്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ വാരിയസ് ഫോംസ് ഓഫ് സ്ട്രിപ്സ്, ഷീറ്റ്സ്, ഫ്ലാക്സ് ഓർ കോഴ്സ് പൗഡർ ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, വ്യത്യസ്ത തരം ഷേപ്പുകളാണ് കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. അഗറോസ് വരുന്നുണ്ട്, അഗറോപെക്റ്റിൻ വരുന്നുണ്ട്, ഡി ഗാലക്ടോസ് വരുന്നുണ്ട്, യൂറോണിക് ആസിഡ് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇതിന്റെ യൂസസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എമൾസിഫയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ബൾക്ക് ലാക്സേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ് ജെല്ലീസിന്റെ പ്രിപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ബാക്ടീരിയോളജിക്കൽ കൾച്ചർ മീഡിയത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കവോലിൻ എന്ന് പറഞ്ഞ ഡ്രഗ് ആണ്. കവോലിന്റെ സിനോണിം വരുന്നത് ചൈന ക്ലേ അല്ലെങ്കിൽ പോർസലിൻ ക്ലേ ആണ്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് വരുന്നത് ഈ കവോലിന്റെ കളർ വരുന്നത് വൈറ്റ് അല്ലെങ്കിൽ യെല്ലോയിഷ് ബ്രൗൺ കളറാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഓർഡർലെസ് ആണ്, മണമില്ല. സൈസ് എന്ന് പറയുന്നത് 10 മുതൽ 690 മീൻ സൈസ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? യൂസ് ആസ് ആൻ അബ്സോർബൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഫുഡ് പോയ്സണിങ്ങിലും പിന്നെ ഡിസെൻട്രിയുടെ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഡസ്റ്റിംഗ് പൗഡറിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് നമ്മുടെ ഫിൽട്രേറ്റ് ക്ലാരിഫയിങ് ഏജന്റ് ആയിട്ട് ഫിൽട്ടർ ചെയ്യണ സമയത്ത് നമ്മൾ ക്ലാരിഫയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി ഇൻഗ്രീഡിയന്റ് ഓഫ് ടോയ്ലറ്റ് പൗഡറും പിന്നെന്താണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി ഇൻഗ്രീഡിയന്റ് ഓഫ് ടോയ്ലറ്റ് പൗഡർ ആൻഡ് ബേസ് ഓഫ് ഡിസിൻഫെക്റ്റന്റ് പൗഡർ, അതായത് ടോയ്ലറ്റ് പൗഡറിൽ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ് ഡിസിൻഫെക്റ്റന്റ് പൗഡറിൽ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ് ഫിൽറ്റർ പേപ്പർ, റബ്ബർ, സെറാമിക്സ്, സിമെന്റ്, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസിലൊക്കെ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോസ്മെറ്റിക്സ് ഉണ്ടാക്കുമ്പോഴൊക്കെയാണെന്ന് വെച്ചെങ്കിൽ പിന്നെന്താണ് ഇൻസെക്ടിസൈഡ്സ്, പിന്നെന്താണ് പെസ്റ്റിസൈഡ്സ്,
പിന്നെന്താണ് ഇതെന്ന് പറഞ്ഞാൽ അലുമിനയുടെ ഒരു സോഴ്സും കൂടിയാണ്. ഓക്കെ, ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ചാപ്റ്റർ ഇനി 21ാമത്തെ ചാപ്റ്റർ. മിസലേനിയസ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവിധതരം ഡ്രഗുകൾ എന്നാണ് അർത്ഥം വരുന്നത് അല്ലേ. ലിക്വിറൈസ് വരുന്നുണ്ട്, ലിക്വിറൈസിന്റെ സിനോണിം വരുന്നത് ലിക്വിറൈസ് റൂട്ട് അല്ലെങ്കിൽ വൈസിറൈസ മുളത്തീനാണ്. അങ്ങനെ 3 പേരാണ് വരുന്നത് അല്ലേ. ഓക്കെ, ബയോളജിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലൈസിറൈസ എന്ന് പറയുന്നത്. ഗ്ലൈസിറൈസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. ലിക്വിറൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇരട്ടി മധുരമാണ്. ഓക്കെ, ബയോളജിക്കൽ ഇരട്ടി മധുരം. ഓക്കെ, ബയോളജിക്കൽ സോഴ്സ് നോക്കിയാൽ ലിക്വിറൈസ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് പീൽഡ് ഓർ അൺപീൽഡ് റൂട്ട്സ് ആൻഡ് സ്റ്റോളൻസ് ഓഫ് ദ പ്ലാന്റ്. അതായത് തൊലി കളഞ്ഞതോ തൊലി കളയാത്ത റൂട്ട്സിന്റെയും സ്റ്റോളൻസിന്റെയും ഒക്കെ പ്ലാന്റിന്റെ റൂട്ട്സും സ്റ്റോളൻസ് ഒക്കെയാണ്. തൊലി കളഞ്ഞതോ തൊലി കളയാത്ത റൂട്ട്സിന്റെ പ്ലാന്റിന്റെ റൂട്ട്സും സ്റ്റോളൻസ് ഒക്കെയാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന്റെ ഏത് വെറൈറ്റിയുടെ വെച്ചാൽ ഗ്ലൈസിറൈസ ഗ്ലാബ്ര ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ തൊലി കളഞ്ഞതോ കളയാത്തോ ആയ റൂട്ട്സും സ്റ്റോളൻസ് ഒക്കെയാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫാമിലി വരുന്ന ലെഗ്യൂമിനോസയാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നതിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് നോക്കാം. അതിന്റെ കളർ വരുന്നത് എക്സ്റ്റേണലി പുറമെ യെല്ലോയിഷ് ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളറാണ് വരുന്നത്. ഇന്റേണലി പെയിൽ യെല്ലോ ഇൻ കളറാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഓർഡർ ആണെങ്കിൽ പെയിന്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മങ്ങിയ. അതിന് അതിൻ്റെതായ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓർഡർ ആണുള്ളത്. ടേസ്റ്റ് ആണെങ്കിൽ സ്വീറ്റ് ആണ് വരുന്നത്. സൈസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് വരുന്നത് 20 മുതൽ 50 സെന്റിമീറ്റർ വരെയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. 2 സെന്റിമീറ്റർ വരെയാണ് അതിന്റെ ഡയമീറ്റർ വരുന്നത്. ഷേപ്പ് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ പീസസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് വരുന്നത്. ഗ്ലൈസിറൈസിക് ആസിഡ് വരുന്നുണ്ട്, ഗ്ലൈസിറൈസിൻ വരുന്നുണ്ട്, സൂക്രോസ് വരുന്നുണ്ട്, റെസിൻസ് വരുന്നുണ്ട്, ഫാറ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതിന്റെ യൂസസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഡെമൾസന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മൈൽഡ് എക്സ്പെറ്റോറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, സ്വീറ്റനിങ് ഏജന്റ്, ആന്റി സ്പാസ്മോഡിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ആന്റി അൾസർ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫ്ലേവറിങ് ഏജന്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗാർലിക് ആണ്. ഗാർലിക്കിന്റെ സിനോണിം വേറെ പേര് എന്ന് പറയുന്നത് ലെക്സൺ ആണ്. ഗാർലിക്കിന്റെ സിനോണിം പറയുന്നത് ആലിയം ആണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഗാർലിക്കിന്റെ സിനോണിം പറയുന്നത് ആലിയം ആണ്. ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ആലിയം സാറ്റൈവം ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ ഫ്രൂട്ട് തന്നെയാണ് അല്ലെ. നമ്മൾ മെഡിസിൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ബിലോങ്ങിങ് ടു ദി ഫാമിലി വരുന്നത് ലിലിയാസി ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ കാണാൻ എങ്ങനെയാണ്, ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബൾബ് എന്ന് പറയുന്നത് എന്താ വൈറ്റ് കളറാണ് വരുന്നത്. ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്, അതിൻ്റെതായ ഒരു ഓർഡർ ഉണ്ട്. സ്മെല്ലും ഉണ്ട്. ഓക്കെ, ആരോമാറ്റിക് ആണ്, സ്മെല്ലുണ്ട്. പിന്നെ ആരോമാറ്റിക് ആൻഡ് പഞ്ചന്റ് ടേസ്റ്റ് ആണുള്ളത്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 1.5 മുതൽ 2.5 വരെയാണ് ഇതിന്റെ സൈസ് വരുന്നത്. ഇങ്ങനെ കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്ന കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട്, പ്രോട്ടീൻസ് വരുന്നുണ്ട്, ഫാറ്റ്, മ്യൂസിലേജ്, വോളട്ടൈൽ ഓയിൽ, ഫോസ്ഫറസ്, അയൺ, കോപ്പർ, അല്ലൈൽ, പ്രൊപ്പൈൽ, ഡൈ സൾഫൈഡ്, ആലിസിൻ, ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഒരു കാർബണേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, എക്സ്പെറ്റോറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റിമുലന്റ്, ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പൾമണറി കണ്ടീഷന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് കോണ്ടിമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കോണ്ടിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ സുഗന്ധദ്രവ്യങ്ങളാണ് അല്ലെ. കോണ്ടിമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ആന്തൽമെന്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, വരശല്യത്തിന് വേണ്ടി റൂബിഫേഷ്യൻ എന്ന് പറഞ്ഞാൽ ശരീരം ചുവന്ന് തുറക്കാന്നുള്ള അർത്ഥമാണ് വരുന്നത്. ആന്റി ബാക്ടീരിയൽ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ബ്ലഡ് പ്രഷറിന്റെ കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിരോസ്ക്ലറോസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, കോഗ്നോസി എളുപ്പമായിട്ട് തോന്നുന്നില്ലേ? ഇപ്പൊ കുഴപ്പമില്ലല്ലോ, കോഗ്നോസി കിട്ടുന്നില്ലേ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കുമ്പോ? കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 22ാമത്തെ ചാപ്റ്റർ ഫൈബർ സർജിക്കൽ ഡ്രസ്സിങ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ആണ് പറയുന്നത്. ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒബ്റ്റെയിൻഡ് ഫ്രം വാരിയസ് സോഴ്സസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ്. ഓക്കെ, അതായത് നമുക്ക് സർജിക്കൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർജറി അതായത് ഡ്രസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പലതരം സർജിക്കൽ ഫൈബേഴ്സുകൾ ഉണ്ട്. ഓക്കെ, പ്ലാന്റ് ഫൈബർ നമുക്ക് പലതരം ഫൈബേഴ്സ് നമുക്ക് പലതരം സോഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. പ്ലാന്റ് ഫൈബേഴ്സ് വരുന്നുണ്ട്, ആനിമൽ ഫൈബേഴ്സ് വരുന്നുണ്ട്, റീജനറേറ്റഡ് ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ് വരുന്നുണ്ട്, മിനറൽ ഫൈബേഴ്സ് വരുന്നുണ്ട്. മെയിനായിട്ട് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
പ്ലാന്റ് ഫൈബ്രസ് എന്ന് പറഞ്ഞാൽ ജൂട്ട്, ഫ്ലാക്സ്, ബനാന, കോട്ടൺ, ഹെമ്പൊക്കെയാണ് പ്ലാന്റ് ഫൈബ്രസ് വരുന്നത്. അനിമൽ ഫൈബ്രസ് എന്ന് പറഞ്ഞാൽ സിൽക്ക്, വൂളൊക്കെയാണ് അനിമൽ ഫൈബ്രസ് വരുന്നത്. റീജനറേറ്റഡ് ആൻഡ് സിന്തറ്റിക് ഫൈബ്രസിൽ വരുന്ന ഫൈബ്രസ് റീജനറേറ്റഡ് ഫ്രം കാർബോഹൈഡ്രേറ്റ് മെറ്റീരിയൽസ് വരുന്നത് ആൽജിനേറ്റ് യാൺ. പിന്നെന്താണ് വരുന്നത് ആർട്ടിഫിഷ്യൽ സിൽക്ക്, റയോൺ ഓർ റീജനറേറ്റഡ് സെല്ലോസ് ഒക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫൈബ്രസ് റീജനറേറ്റഡ് ഫ്രം പ്രോട്ടീൻ മെറ്റീരിയൽസ് കിട്ടുന്ന പ്രോട്ടീൻ മെറ്റീരിയൽസ് കിട്ടുന്ന ഫൈബ്രസ് ആണ് നമ്മൾ പറയുന്നത് അറൈവ്ഡ് ഫ്രം ഫസ്റ്റ് ഗ്രൗണ്ട് നട്ട് പ്രോട്ടീൻ നിലക്കടലയിൽ നിന്ന് അല്ലെ. ഫൈബ്രോയിൻ ഫ്രം മിൽക്ക് കെസീൻ നിന്ന് കിട്ടുന്ന ഫൈബ്രോയിൻ ഒക്കെയാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിന്തറ്റിക് ആണ് അല്ലെ. നൈലോൺ, ടെറിലിൻ, ഓർഗോൺ ഒക്കെയാണ് സിന്തറ്റിക് ഫൈബ്രസ് എന്ന് പറയുന്നത്. മിനറൽ ഫൈബ്രസിൽ വരുന്നത് ഗ്ലാസ്, ആസ്ബെറ്റോസ്, വാരിയസ് അതായത് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മിനറൽ ഫൈബ്രസ് ആണ്. മിനറൽ ഫൈബ്രസിൽ വരുന്നത് ഗ്ലാസ്, ആസ്ബെറ്റോസ്, ഒക്കെയാണ് മിനറൽ ഫൈബ്രസിൽ വരുന്നത്. ഗ്ലാസ്, ആസ്ബെറ്റോസ് ഒക്കെയാണ് എന്തിൽ വരുന്നത് മിനറൽ ഫൈബ്രസിൽ വരുന്നത്. Various chemical tests can be applied for the identification of fibers. Okay, വ്യത്യസ്ത തരത്തിലുള്ള കെമിക്കൽ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് അപ്ലൈഡ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫൈബ്രസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി വ്യത്യസ്ത തരത്തിലുള്ള കെമിക്കൽ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ ആണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫൈബ്രസ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ തുണിത്തരങ്ങൾ നെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഫിൽറ്ററിംഗ് മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രസ്സ് നെയ്യാൻ വേണ്ടി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫിൽറ്ററിംഗ് മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസുലേറ്റിംഗ് പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട് ഫൈബ്രസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഡ്രഗ് എന്ന് പറയുന്നത് കോട്ടൺ ആണ്. കോട്ടൻ്റെ സിനോണിം വരുന്നത് കോട്ടൺ വൂൾ അല്ലെങ്കിൽ പ്യൂരിഫൈഡ് കോട്ടൺ അല്ലെങ്കിൽ അബ്സോർബന്റ് കോട്ടൺ അല്ലെങ്കിൽ സർജിക്കൽ കോട്ടൺ ആണ് കോട്ടൻ്റെ സിനോണിം വരുന്നത്. ബയോളജിക്കൽ സോഴ്സ് വരുന്നത് കോട്ടൺ കൺസിസ്റ്റ് ഓഫ് ദി എപ്പിഡെർമൽ ട്രൈക്കോംസ് ഓഫ് ഹെയർസ് ഓഫ് ദി സീഡ്സ് ഓഫ് കൾട്ടിവേറ്റഡ് സ്പീഷീസ് ഓഫ് ഗോസിപ്പിയം ഹെർബേഷ്യം ആൻഡ് ഗോസിപ്പിയം ബാർബിഡൻസ്. ഓക്കെ, രണ്ട് വെറൈറ്റി ചെടിയുണ്ട്. ഗോസിപ്പിയം ഹെർബേഷ്യം ആൻഡ് ഗോസിപ്പിയം ബാർബിഡൻസ് പറഞ്ഞ രണ്ട് വെറൈറ്റി ചെടിയുണ്ട്. അതിൻ്റെ സീഡ്സിന്റെ എപ്പിഡെർമൽ ട്രൈക്കോംസ് എന്നാണ്, അതിന്റെ ഹെയർസ് എന്നാണ്. അതിന്റെ സീഡ്സിൽ എന്തുണ്ട് ഹെയർസ് ഉണ്ട് അല്ലെ. എപ്പിഡെർമൽ ട്രൈക്കോംസ് ഓഫ് ഹെയർസ് ഉണ്ട്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത് ഫൈബ്രസ് കളക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് മാൽവാസിയാണ് ഫാമിലി വരുന്നത്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ഇത് കാണാൻ വൈറ്റ്, ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ വൈറ്റ് ആയിട്ടാണ് കാണപ്പെടുക. ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർലെസ് ആണ്. മണലിയ, ടേസ്റ്റ് ആണ് ടേസ്റ്റ്ലെസ് ആണ്, ടേസ്റ്റും ഇല്ല. സൈസ് ഏകദേശം 2.5 to 4.5 സെന്റിമീറ്റർ നീളം വരുന്നുണ്ട്. വീതി എന്ന് പറയുന്നത് 25 to 35 മൈക്രോൺ ഇൻ ഡയമീറ്റർ ആണ് അതിന്റെ വീതി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. സെല്ലുലോസ് വരുന്നുണ്ട്, മോയ്സ്ചർ വരുന്നുണ്ട്, വാക്സ് വരുന്നുണ്ട്, ഫാറ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ യൂസസ് ആണ് പറയുന്നത്. ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, സർജിക്കൽ ഡ്രസ്സിങ്സിൽ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് നമ്മുടെ ബ്ലഡ്, മ്യൂക്കസ്, പസ്സൊക്കെ ഉണ്ടല്ലോ ആ മുറിവിൽ ഉണ്ടാവുന്നതൊക്കെ ജലം, ബ്ലഡ് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതിനൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ് മൈക്രോ കവറിനെ നമ്മുടെ വൂൺസിനെയൊക്കെ പൊതിഞ്ഞ് ആ വൂൺസ് ഫോം ഇൻഫെക്ഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം, അതായത് മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് വൂൺസിനെ സംരക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റോറേജ് നമുക്ക് വേണ്ട. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ജൂട്ടാണ്. ജൂട്ടിന്റെ സിനോണിം പറയുന്നത് ഗണ്ണി എന്നാണ്. ജൂട്ടിന്റെ സിനോണിം പറയുന്നത് എന്താണ് ഗണ്ണി എന്നാണ്. ഗണ്ണി. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ഇത് എന്താ ജൂട്ടിന്റെ ഫ്ലോയം ഫൈബ്രസ് ഓഫ് ദി സ്റ്റെം ബാർ ഓഫ് വേരിയസ് സ്പീഷീസ് ഓഫ് കോർക്കോറസ് കാപ്സുലാരിസ്. Corcoras capsularis belonging to the family Liliaceae ആണ്. അതായത് Corcoras capsularis എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ അതിന്റെ സ്റ്റെം ബാറിൽ നിന്ന് നമ്മൾ ഫ്ലോയം ഫൈബ്രസ് കളക്ട് ചെയ്തിട്ടാണ്. ഓക്കെ, അതായത് കോർക്കോറസ് കാപ്സുലാരിസിന്റെയും വിവിധതരം സ്പീഷീസ് കോർക്കോറസ് ഇനത്തിൽപ്പെട്ട സ്പീഷീസിന്റെയും എന്താണ് നമ്മുടെ കോർക്കോറസ് കാപ്സുലാരിസിന്റെയും വ്യത്യസ്ത സ്പീഷീസ് കോർക്കോറസ് കാപ്സുലാരിസിന്റെ എന്നാണ് വെറൈറ്റി ചെടി വരുന്നത് അല്ലെ. വെറൈറ്റി ചെടി വരുന്ന കോർക്കോറസ് കാപ്സുലാരിസ് ആണ്. അതിന്റെ സ്റ്റെമ്മിൽ നിന്നും ഫ്ലോയം ഫൈബ്രസ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ജൂട്ടായിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് ടിലിയാസി ആണ്. അതിന്റെ ഫാമിലി വരുന്നത് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഇതിന്റെ കളർ വരുന്നത് യെല്ലോയിഷ് ബ്രൗൺ ആണ്. ഇതിന്റെ ലെങ്ത് വരുന്നത് 0.8 to 5 millimeter ആണ് വരുന്നത്. ഇതിന്റെ ഡയമീറ്റർ വരുന്നത് 10 to 25 millimeter ആണ് ഇതിന്റെ ഡയമീറ്റർ വരുന്നത്. കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത് സെല്ലുലോസിന്റെ, ഹെമിസെല്ലുലോസിന്റെ, ലിഗ്നിൻ ഉണ്ട്, പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് ആയിട്ട് വരുന്നത്.
നെക്സ്റ്റ് നമ്മൾ പറയുന്നതിൻ്റെ യൂസസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ പാഡിങ് സ്പ്രിൻസും ഫിൽറ്ററിങ് മീഡിയം സ്ട്രെയിനിങ് മീഡിയം ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹോഴ്സ് ബാഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹെമ്പാണ്. ഹെമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, കന്നാബിസ് സാറ്റൈവ എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ പ്ലാന്റ് ഫൈബേഴ്സ് ആണ്. പെരിസൈക്ലിക് പ്ലാന്റ് ഫൈബേഴ്സ് ആണ് ഹെമ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് കന്നാബിനേസിയാണ് ഫാമിലി വരുന്നത്. ഇതിന്റെ യൂസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാരി ക്ലോത്ത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. റോപ്പ് എന്ന് പറഞ്ഞാൽ കയർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടിന്ന് ഇതുപോലെ തന്നെ കേട്ടോ. നമുക്കിങ്ങനെ കൂട്ടി പിണഞ്ഞിട്ട് കയറ് പോലെ ആക്കാൻ പറ്റുന്ന സാധനത്തിനാണ് ടിന്ന് പറയുന്നത്. സൈക്കോത്ത്, ടിന്ന്, റോപ്പ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ ഹെമ്പിന്റെ ഫൈബേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കലി നമ്മൾ ഇത് അത്രയും അങ്ങോട്ട് അധികം ഉപയോഗിക്കുന്നില്ല. അതാണ് പറയുന്നത് ഫാർമസ്യൂട്ടിക്കലി ഫോർ കോഴ്സ് ഫിൽട്രേഷൻ ആൻഡ് ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫാർമസ്യൂട്ടിക്കലി അത്ര ആവശ്യമുള്ള സാധനമല്ല ഈ ജൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഹെമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെമ്പ് എന്ന് പറഞ്ഞാൽ പെരിസൈക്ലിക് ഫൈബേഴ്സ് ആണ് അല്ലേ. നമ്മൾ ഏതൊക്കെ വെറൈറ്റിയുടെ പേര് പറഞ്ഞാൽ കന്നാബിസ് സാറ്റൈവ എന്ന വെറൈറ്റിയുടെ പേര് പറഞ്ഞത്. ഫാമിലി വരുന്ന കന്നാബിനേസിയാണ്. നമ്മൾ സൈക്ലോത്തും ടിന്നും റോപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഹെമ്പ് ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് നമ്മുടെ ഇത് നല്ല ഫാർമസ്യൂട്ടിക്കലി ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫ്ലാക്സ് ആണ്. ഫ്ലാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലാക്സിന്റെ സിനോണിം ഇല്ല ബയോളജിക്കൽ സോഴ്സ് പറയുന്നത്. ഫ്ലാക്സ് എന്ന് പറയുന്നത് എന്താ, പെരിസൈക്ലിക് ഫൈബേഴ്സ് തന്നെയാണ് അല്ലേ. നമുക്കത് എവിടെ നിന്നാണ് കിട്ടുന്നത്, ലിനം ഉസിറ്റാറ്റിസിമം എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ സ്റ്റെമ്മിൽ നിന്നും പെരിസൈക്ലിക് ഫൈബേഴ്സ് ആണ് നമ്മൾ ഫ്ലാക്സിന്റെ കളക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് ലിനേസിയാണ്. ഫാമിലി ഏതാ വരുന്നത്, ലിനേസിയാണ് ഫാമിലി വരുന്നത്. കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത് ഫിക്സ്ഡ് ഓയിൽ വരുന്നുണ്ട്, മ്യൂസിലേജ് ഒക്കെ വരുന്നുണ്ട്. ഇതിന്റെ യൂസസ് നോക്കാം നമുക്ക്. യൂസസ് വരുന്നത് ഏതാണ്, യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് ലിൻഡിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഫിൽറ്ററിങ് മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അനിമൽ ഫൈബേഴ്സിനെ കുറിച്ചിട്ടാണ്. അനിമൽ ഫൈബേഴ്സിൽ വരുന്നത് സിൽക്ക് വരുന്നുണ്ട്, വൂള് വരുന്നുണ്ട്, ആൻഡ് ഹോഴ്സ് ഫൈബേഴ്സും വൂൾ ഫൈബേഴ്സും സിൽക്ക് ഫൈബേഴ്സും ഒക്കെ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പ്ലാന്റ് ഫൈബേഴ്സിന്റെ പോലെ തന്നെ ഈ അനിമൽ ഫൈബേഴ്സ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിൽ നമ്മൾ പറയുന്നത് സിൽക്കാണ്. സിൽക്ക് എന്ന് പറഞ്ഞാൽ സിൽക്കിന്റെ സോഴ്സ് നോക്കാം നമുക്ക്. അതായത് ബോംബിക്സ് മോറി എന്ന് പറഞ്ഞ വെറൈറ്റി, അത് ബോംബിക്സ് മോറിയുടെ വേറൊരു പേരാണ് മൾബറി സിൽക്ക് വാം അല്ലേ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. ബോംബിക്സ് മോറിയുടെ വേറൊരു പേരാണ് മൾബറി സിൽക്ക് വാം എന്നുള്ളത്. ഓക്കെ, ഈ ബോംബിക്സ് മോറി ഇനത്തിൽപ്പെട്ട പട്ടുനൂൽ പുഴുവിന്റെ കൊക്കൂൺസ് എന്നാണ് നമ്മൾ സിൽക്ക് കളക്ട് ചെയ്യുന്നത് അല്ലേ. പിന്നെ ഈ ബോംബിക്സ് മോറി എന്ന് മാത്രമല്ല, ബോംബിക്സ് ഇനത്തിൽപ്പെട്ട വേറെ സ്പീഷീസ് നിന്ന് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നുണ്ട്, ഫൈബേഴ്സ് കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ബോംബിക്സ് മോറിന്നും ബോംബിക്സിന്റെ വേറെ സ്പീഷീസിൽ നിന്നും പിന്നെ ആന്ത്രിയ സ്പീഷീസിൽ നിന്നും നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നുണ്ട്, സിൽക്ക് ഫൈബേഴ്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫാമിലി വരുന്നത് ബോംബിസിഡെയാണ് ഫാമിലി വരുന്നത്. ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത് ഫൈബ്രോയിൻ വരുന്നുണ്ട്, അമിനോ ആസിഡ്സ് വരുന്നുണ്ട്, ഗ്ലൈസിൻ, അലാനിൻ ഒക്കെ വരുന്നുണ്ട്. പിന്നെന്താണ് യൂസസ് നോക്കിയാൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്യൂച്ചേഴ്സ്, സീവ്സ്, ലിഗേച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വൂളാണ്. വൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വൂൾ ഓർ വൂൾ ഫൈബേഴ്സ്, വൂൾ അല്ലെങ്കിൽ വൂൾ ഫൈബേഴ്സ് നമുക്ക് കിട്ടുന്നത് ഷീപ്പിന്റെ ഓവിസ് എറീസ് എന്ന് പറഞ്ഞ വെറൈറ്റി ഷീപ്പിന്റെ ഫ്ലീസസിൽ നിന്നാണ്, തൊപ്പയിൽ നിന്നാണ്. ഇതിന്റെ ഫാമിലി വരുന്നത് ബോവിഡയാണ്. ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് കെരാറ്റിൻ വരുന്നുണ്ട്, അമിനോ ആസിഡ് സിസ്റ്റീൻ വരുന്നുണ്ട്. യൂസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫിൽറ്ററിംഗ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സ്ട്രെയിനിങ് മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഡ്രസ്സിങ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റീജനറേറ്റഡ് ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. റീജനറേറ്റഡ് ഫൈബേഴ്സിൽ വരുന്ന റയോൺ ആണ്. സിന്തറ്റിക് ഫൈബേഴ്സിൽ വരുന്നത് നൈലോൺ, ടെറിലിൻ, ഓർലോൺ ഒക്കെയാണ്. മിനറൽ ഫൈബേഴ്സിൽ വരുന്നത് ഗ്ലാസ് ഫൈബേഴ്സ്, ആസ്ബറ്റോസ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫ്യൂച്ചേഴ്സ് ആണ്. ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് സ്റ്റെറൈൽ ത്രെഡ്സ് ആണ്. സ്ട്രിങ്സോ അല്ലെങ്കിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള സ്ട്രിങ്സോ സ്റ്റാൻസോ അല്ലെങ്കിൽ ത്രെഡ്സോ സ്ട്രിങ്സോ സ്റ്റാൻസോ ആയിരിക്കാം. ഓക്കെ, ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് സ്റ്റെറൈൽ ആയിട്ടുള്ള ത്രെഡ്സോ സ്ട്രിങ്സോ സ്റ്റാൻസോ ആയിരിക്കാം. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് സർജറിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിഷ്യൂസിനെ ഫ്യൂസ് ചെയ്യുക അല്ലേ. വിട്ടു നിൽക്കുന്ന ടിഷ്യൂവിനെ ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത് അല്ലേ. ഫ്യൂച്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ തുന്നുക എന്നുള്ള അർത്ഥമാണ് വരുന്നത് അല്ലേ. ഫ്യൂച്ചേഴ്സ് ഈ തരത്തിലൊക്കെ ഉണ്ട്. അബ്സോർബിൾ ഫ്യൂച്ചർ വരുന്നുണ്ട്, നോൺ അബ്സോർബിൾ ഫ്യൂച്ചർ വരുന്നുണ്ട്, ഹെമോസ്റ്റാറ്റിക്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സർജിക്കൽ ഡ്രസ്സിങ്സ് ആണ്. The word surgical dressing is used to include all the materials സർജിക്കൽ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ മുറിവ് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനെയും നമ്മൾ സർജിക്കൽ ഡ്രസ്സിങ്സ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒന്നിക്ക് ഒരു മെറ്റീരിയൽ ആയിരിക്കാം അല്ലെങ്കിൽ ഒന്നിലധികം മെറ്റീരിയൽസ് ആയിരിക്കാം.
ദ പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഡ്രസ്സിങ് ഈസ് നമ്മൾ ഡ്രസ്സിങ്ങിൻ്റെ പർപ്പസ് എന്താ വെച്ചാൽ ഉപയോഗം എന്താ വെച്ചാൽ എന്താണ് നമ്മുടെ വൂണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ പ്രോപ്പർ ഹീലിങ്ങിന് വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഡ്രസ്സിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെന്താ പറയുന്നത്, ഡ്രസ്സിങ് മീൻ ഫോർ ഈ ഫംഗ്ഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ സർജിക്കൽ ഡ്രസ്സിങ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, റെഡ്യൂസ് അല്ലെങ്കിൽ റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, കുറയ്ക്കുക അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെന്താണ്, ഹീലിംഗ് വൂണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് നല്ല പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടിഷ്യൂസിന് നല്ല മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സർജിക്കൽ ഡ്രസ്സിങ്ങിലൂടെ നമ്മുടെ ടിഷ്യൂസിന് മെക്കാനിക്കൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സർജിക്കൽ ഡ്രസ്സിങ്സ് 3 തരത്തിലുള്ളതാണ്. ഫൈബ്രസ് ഉണ്ട്, ഫാബ്രിക്സ് ഉണ്ട്, ബാൻഡേജസ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ 22 ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നാളെ എടുക്കാം കേട്ടോ. ഇനി ഒരു 4 ചാപ്റ്റർ അല്ലേ ഉള്ളത്. 4 ചാപ്റ്ററും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് നാളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് നാളത്തോടു കൂടി തീരും. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു. പഠിച്ചോളാം കേട്ടോ നല്ല കുട്ടികളായിട്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. എല്ലാരും പഠിച്ചു കഴിഞ്ഞോ?